കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചുകൊണ്ടിരുന്നത് പാപത്തിന്റെ അവസ്ഥകളെ കുറിച്ചാണ്. ഇനി നമ്മൾ പോകുന്നത് ആ പാപത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ വേണ്ടി. അപ്പൊ ഈ 7th ചാപ്റ്റർ നമ്മൾ ഒന്നുകൂടെ അത് കാണും. അത് നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ റോമർ 7 ഒന്നുകൂടെ കാണും. കാരണം വളരെ വേദപുസ്തകത്തിൽ തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ അപ്പോസ്തല ഉപദേശം വളരെ പെട്ടെന്ന് പിടികിട്ടുകയും ചെയ്യുന്ന ഒരു ക്രൂഷ്യൽ അധ്യായമാണ് ഈ റോമർ 7. അത് എന്താണ് എന്ന് പൊതുവെ ഒരു വ്യാഖ്യാനം നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല. അത് എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാൻ കൂടെ വേണം. കാരണം എന്നോട് ഒരു സഹോദരൻ വാട്സാപ്പിൽ ആവശ്യപ്പെട്ടിരുന്നു, ഈ ശരീരത്തിന് എന്തെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ വിത്തൗട്ട് മൈൻഡ് എന്നുള്ളത്. സാധാരണ ട്രഡീഷണലി പഠിപ്പിക്കുന്നത് ശരീരം ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. പക്ഷേ നമുക്ക് ഒരു മെഡിക്കൽ രീതിയിൽ അതിനെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പല പെരുമാറ്റങ്ങളും കൺട്രോൾഡ് ബൈ അവർ ബോഡി. അതായത് നമ്മുടെ ബോഡിയിൽ വരുന്ന ഹോർമോണുകൾ, കെമിക്കലുകൾ, ഇതൊക്കെയാണ് നമ്മൾ ദേഷ്യപ്പെടണോ സ്നേഹമായിട്ട് പെരുമാറണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ അനിയന്ത്രിതമായ ഹോർമോണുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെരുമാറ്റം അബ്നോർമലായി പോകും. നമുക്ക് കൺട്രോൾ ഉണ്ടാവില്ല. ചില മനുഷ്യർ ഇങ്ങനെ ചൂടായിട്ട് എന്ത് ചെയ്താലും നിർത്താൻ പറ്റാത്ത അവസ്ഥ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒന്ന് അടങ്ങ് ബ്രദറെ എന്ന് പറയാൻ അവന് പറ്റത്തില്ല. കാരണം ആ ഒരു ഹോർമോൺ മുഴുവൻ തീരണം, അതിന്റെ പ്രവർത്തനം തീർന്നാലേ അവന് ശാന്തമാകാൻ പറ്റത്തുള്ളൂ. അത് ഈ അഡ്രിനാലിൻ ഇങ്ങനെ കത്തിക്കഴിഞ്ഞാൽ കൺട്രോൾ ഇല്ല, ആ കൺട്രോൾ പോകുന്ന ഒരു സ്റ്റേജ്. ഇനി ഞാൻ വേറൊരു എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ പാപത്തോട് ശരിക്കും സ്ട്രഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എന്താ ഏറ്റവും വലിയ പ്രശ്നം? പാപത്തോട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നന്നാകണം എന്ന് ആഗ്രഹമില്ലായ്മയല്ല. നന്നാകണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, വിശുദ്ധജീവിതം നയിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ തക്ക സമയത്ത് ആ കോപം അത് നമുക്കങ്ങ് ഇല്ലാതാക്കാൻ നമ്മുടെ തീരുമാനം കൊണ്ട് പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരത്തിലെ ഹോർമോണുകൾ നമ്മളതിനെ സമ്മതിക്കുന്നില്ല. ഈവൻ മ്ലേച്ഛമായ പാപങ്ങളാണെങ്കിൽ അതിനടിമത്തത്തിൽ ഇരിക്കുന്ന ആളുകളുടെ അവരോട് ചോദിച്ചാൽ നമുക്കറിയാം തീരുമാനം എടുത്തൊന്നും നന്നാൻ പറ്റില്ല. കാരണം ഈ ഹോർമോണുകൾ ശരീരത്തിൽ നിന്ന് കറക്റ്റ് സമയത്ത് അത് റിലീസാവും. അപ്പൊ നമുക്കതിനെ പോരാടാൻ പറ്റില്ല. ഈ ശരീരം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ വഴിയെ പോകുമ്പോൾ, ഞാനൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ഈ കേരളത്തിൻ്റെ ഒക്കെ വഴിയെ പോകുമ്പോഴേ, കേരളത്തിൽ പോയാൽ ഇതൊരു എക്സാമ്പിൾ ശരിയാവുള്ളൂ, റോഡിലൊക്കെ ഇങ്ങനെ മരങ്ങളും ഒക്കെ നിൽക്കുന്നതാണ്. ഈ മരങ്ങളിൽ അല്ലെങ്കിൽ വേണ്ട, നമ്മളൊരു 5 ഏക്കർ സ്ഥലം മേടിച്ച് ഒരു സ്ഥലത്തിട്ടേക്ക്. നിങ്ങൾ അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, സങ്കല്പിച്ച്. നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ, ദൂരെയാണ്. 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ ആ പറമ്പ് എങ്ങനെ ഇരിക്കും? ആ പറമ്പിൽ സകലവിധ ചെടികൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരു പശുവിനോടെ മേഞ്ഞ് നടക്കാം. എല്ലാ പ്രാണികൾക്കും, എലി ഉൾപ്പെടെ എല്ലാ പ്രാണികൾക്കും അവിടെ ജീവിക്കാം. പക്ഷെ മനുഷ്യന് ആവശ്യമുള്ളത് മാത്രം ഉണ്ടാവില്ല. അത് ഒരു ഭയങ്കര, ഈ ലോകത്ത് നമ്മൾ എന്ത് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കണമെങ്കിലും വേർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് മണ്ണിനെ പൊടിച്ച് കൃഷി ചെയ്യണം. എന്നാൽ മൃഗങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ആകാശത്തിലെ പക്ഷികളെ നോക്കി വിതയ്ക്കേണ്ട കാര്യമില്ല. അവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യണ്ട. വളരെ എല്ലാം പ്രകൃതിയിലവർക്ക് റെഡിലി അവൈലബിൾ ആണ്. പക്ഷെ മനുഷ്യന് മാത്രം ജീവിക്കാൻ ആവശ്യമായ ധാന്യങ്ങളോ പഴമോ അത് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. പക്ഷെ ആവശ്യത്തിന് ഉണ്ടാകണമെങ്കിൽ നമ്മൾ കൃഷി ചെയ്ത് തന്നെ ഉണ്ടാക്കും, കഷ്ടപ്പെടണം. വിയർപ്പ് നിലത്ത് വീഴാതെ നമുക്ക് ഒരിക്കലും ആവശ്യത്തിനുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് കർത്താവ് ആദ്യത്തെ അധ്യായത്തിൽ തന്നെ, ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞത്, നീ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ട മുള്ളും പറക്കാരെ ഇവിടെ ഉണ്ടാകുന്നു. ഇവിടെ ഉണ്ടാകുന്നത് കൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റില്ല. നിന്റെ വിയർപ്പ് വീണെങ്കിൽ മാത്രമേ നിനക്ക് ഭക്ഷിക്കാൻ പറ്റുള്ളൂ. അത് ശാപമാണ്. ആ ഒരു ശാപം നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താ പറയുന്നത്, അതിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോഴേ അത് പൂർണ്ണമായിട്ടും ആ ശിക്ഷാവിധിയിൽ നിന്ന് ഈ സൃഷ്ടി മാറുകയുള്ളൂ. അപ്പൊ അതുവരെ ഈ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ല കാര്യങ്ങളല്ല. ഈ മണ്ണ് പോലെ തന്നെയാണ്. ഗുണമുള്ളതൊന്നും ഉണ്ടാവില്ല. വേണ്ടാത്ത വികാരങ്ങളെല്ലാം കൃത്യമായിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളൊരു തീരുമാനം എടുക്കാണ്, പ്രാർത്ഥിച്ചേക്കാം നാളെ രാവിലെ. തീരുമാനം നല്ലതാ, തീരുമാനം എന്ത് മാത്രം തീരുമാനം നമ്മൾ എടുത്തേക്കുന്നത്. പക്ഷെ തക്ക സമയമാകുമ്പോൾ ആ തീരുമാനത്തെ തോപ്പിക്കുന്ന ശരീരത്തിന്റെ ഒരു സിറ്റുവേഷൻ. ശരീരം പറയാം ഒന്നുകൂടെ ഉറങ്ങിക്കാം. അപ്പൊ മനസ്സ് പറയും ഇല്ലടാ എഴുന്നേക്ക, നോ രക്ഷ, ഉറങ്ങി, നാളെ തൊട്ട് എഴുന്നേക്കാം. അപ്പൊ നമ്മുടെ ശരീരം നമ്മൾ തോപ്പിച്ച് കളയും ആ വികാരങ്ങൾ. പ്രത്യേകിച്ച് ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുള്ളവരോട് ചോദിച്ചറിയാം. നമ്മൾ ഈ ആധുനിക ശാസ്ത്രമാണ് ശരിക്കും ശരീരത്തിലാണ് നമ്മുടെ ഈ കൺട്രോൾസ് എല്ലാം ഇരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചത്.
പക്ഷെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ശരീരത്തിലെ അവയവങ്ങൾ വസിക്കുന്ന ആ ഒരു ഹോർമോണുകളുടെ സിസ്റ്റം എന്റെ തീരുമാനങ്ങളെല്ലാം തകർക്കുന്നു എന്നാണ്. യൗവനകാല പാപങ്ങളെ ഫേസ് ചെയ്ത് ജയിക്കാൻ ശ്രമിക്കുന്നവർക്കെല്ലാം അത് മനസ്സിലാവുന്നുണ്ടാവും. കാരണം നമ്മൾ എത്ര ഡിസിഷൻ എടുത്താലും ആ ശരീരത്തിന്റെ വികാരങ്ങൾ ആ തക്ക സമയത്ത്, ഹോർമോണുകൾ തക്ക സമയത്ത് വീണ്ടും നമ്മളെ അപ്പൊ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും വേദപുസ്തകം പറയുന്നത്. അത് തന്നെയാണ് ശാസ്ത്രവും പറയുന്നത്. അതുകൊണ്ടാണ് ഡിപ്രഷനിലുള്ളവർക്കും സ്ട്രെയിഞ്ച് ആയിട്ട് പെരുമാറുന്നവർക്കെല്ലാം തീരുമാനം എടുത്ത് നന്നാൻ പറ്റാതെ വരുമ്പോൾ, മനസ്സുകൊണ്ട് ആ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ അതിന് മരുന്ന് കൊടുത്ത് ആ ഹോർമോണുകളെ അല്ലെങ്കിൽ കെമിക്കലുകളെ അടക്കി കൺട്രോൾ ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഫിസിക്കലി ചേഞ്ച് വരുത്തുന്ന, കെമിക്കൽ ഫ്ലോയിൽ ചേഞ്ച് വരുത്താനുള്ള കാരണം ഇതൊരു ഫിസിക്കൽ പ്രോസസ് ആയതുകൊണ്ടാണ്. വി ഓൾ ഹാവ് എ ഫിസിക്കൽ പ്രോബ്ലം. നമ്മുടെ ശരീരം മരണയോഗ്യമാണ്, അതിനകത്ത് നല്ലതൊന്നും ഉണ്ടാകുന്നില്ല. ലവ് ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പത്രോസിന്റെ ലൈഫിൽ നമ്മൾ കണ്ടത്. നമുക്ക് 1-2 വാക്യങ്ങൾ നോക്കാം. റോമാലേഖനം 7-ാം അധ്യായത്തിൽ നിന്ന് ജസ്റ്റ് വായിക്കുകയുള്ളൂ. വി വിൽ കം ബാക്ക് ടു റോമൻസ് ചാപ്റ്റർ 7 ലേറ്റർ. നമ്മൾ ഈ പാപത്തെ കുറിച്ചുള്ള ഒരു ട്രിയാറ്റിസ് ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതൊന്നുകൂടെ ശ്രദ്ധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 14-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം അത് വായിച്ചതാണ്. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നു, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. അപ്പൊ ഞാനൊരു അടിമയാണ്. ഈ അടിമയാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. അപ്പൊ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ യജമാനായിരുന്നേനെ. ഒന്നുകൂടെ ആലോചിക്കേ, ഞാൻ പ്രവർത്തിക്കുന്ന എല്ലാം എന്താണെന്ന് എനിക്ക് കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ യജമാനായിരുന്നേനെ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അറിവില്ല. ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, എന്റെ മനസ്സ് എന്ത് ആഗ്രഹിക്കുന്നോ അതല്ല എന്നിൽ നിന്ന് വരുന്നത്. ഇനി ലോകത്തുള്ള എല്ലാ അമ്മായിമ്മമാരെ എടുത്തോ. എല്ലാ അമ്മായിമ്മമാർക്കും ഒരാഗ്രഹമുണ്ട്, മക്കൾ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ആ മരുമകളെ ശരിക്കും സ്നേഹിക്കണമെന്ന്. പക്ഷെ ശരീരം സമ്മതിക്കില്ല, വികാരങ്ങൾ സമ്മതിക്കില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വികാരങ്ങൾ ആ മനസ്സിനോട് എഗ്രി ചെയ്യുന്നില്ല, അതിനെതിരെ പോരാടുകയോ ചെയ്യുന്നു. സോ യു ടേക്ക് എനി നമ്പർ ഓഫ് ഡിസിഷൻ ബട്ട് യു കനോട്ട് സേവ് യുവർ സെൽഫ്. അതിന്റെ കാരണം ഈ ശരീരം മേക്സ് യു എ സ്ലേവ്. നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം, പക്ഷെ ശരീരം കൊണ്ട് വരുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അറിയാൻ പറ്റാത്ത പാപങ്ങൾക്ക് നമ്മൾ സ്ലേവ്സ് ആണ്, അടിമകളാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാനൊരു അടിമയാണ്. ഐ എം എ സ്ലേവ് സോൾഡ് അണ്ടർ സിൻ. പാപത്തിന് ദാസനായി, ആസ് എ സ്ലേവ് ടു സിൻ ഐ സോൾഡ്. ഞാൻ കച്ചവടം ചെയ്യപ്പെട്ടിരുന്നു. എനിക്ക് യാതൊരു വില്ലും അക്കാര്യത്തിലില്ല. ഓക്കെ, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനല്ല പകയ്ക്കുന്നതിന് എത്ര ചെയ്യുന്നത്. 16-ാം വാക്യം നോക്കിയേ, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അപ്പൊ എനിക്ക് ന്യായപ്രമാണത്തിന് ഓരോ ഒബ്ജക്ഷനും ഇല്ല. പൗലോസ് പറയാ ഐ ലൈക്ക് ഇറ്റ്, എനിക്ക് ഭയങ്കര ബഹുമാനമുള്ളത്, ദൈവം തന്നതാണ്. പക്ഷെ ദൈവം തന്നത് എനിക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അനുസരിക്കണമെന്ന് ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, സന്തോഷിക്കുന്നു, പക്ഷെ അത് അനുസരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അടുത്ത വാക്യം നോക്കിയേ, ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല. കണ്ടോ, ഈ പ്രവർത്തിക്കുന്ന ആരല്ല? ഞാനല്ല. ഞാൻ തീരുമാനം എടുത്തിട്ടല്ല പാപം ചെയ്യുന്നത്. നിങ്ങൾ എത്ര പേര് തീരുമാനം എടുത്തിട്ട് പാപം ചെയ്യുന്നുണ്ട് സഹോദരങ്ങളെ? ഞാനിപ്പോ തീരുമാനം എടുക്കാൻ പോകണം, ഈ പ്രസംഗം കഴിഞ്ഞ് ഇവിടുത്തെ 10:15 ആവുമ്പോ കുറച്ച് ലോകമോഹങ്ങളുമായിട്ട് കുറച്ചു നേരം ഇരിക്കണം. അങ്ങനെ തീരുമാനം എടുത്ത് ആരെങ്കിലും ഇരിക്കാറുണ്ടോ? കുറച്ച് നാളായി ദേഷ്യം വന്നിട്ട് ഇനി 2 പേരോടൊന്ന് ദേഷ്യപ്പെടണം, അങ്ങനെ തീരുമാനിച്ചിട്ടാണോ നിങ്ങൾ ദേഷ്യപ്പെടുന്നത്? അല്ല. ആ ദേഷ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നതിന് ഒരു റീസൺ ഉണ്ട്. വി ഹാവ് എ നേച്ചർ ദാറ്റ്സ് ഡിപ്പെൻഡന്റ് ഓൺ ബോത്ത് ബോഡി ആൻഡ് സോൾ. ആ ഗവൺമെന്റിന്റെ മുമ്പിൽ നമ്മൾ ഹെൽപ്ലെസ് ആണ്. ഈ സയൻസ് വെച്ച് ചിന്തിച്ചാലും നമ്മുടെ ശരീരത്തിൽ വരുന്ന വികാരങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ആ ഫിസിയോളജിക്കൽ സിസ്റ്റമാണ്. That's what the Bible also says. This body is a body given to death. There is no good in this body. നമുക്ക് ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് പോകാനുള്ള ഒരു തരത്തിലുള്ള പ്രവൃത്തിയും നമ്മുടെ ശരീരം അനുവദിക്കില്ല. മനസ്സിൽ ആഗ്രഹമുണ്ട്, ബട്ട് ദ ബോഡി വിൽ നോട്ട് എഗ്രി. ഇതല്ലേ പാപത്തോട് പോരാടുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ഏറ്റവും ശക്തനായ എനിമി. അല്ലെ നമ്മൾ എപ്പോഴേ ജയിച്ചു പോയതിനെ. നമ്മൾ തീരുമാനം എടുത്ത് നന്നാകാനായിരുന്നെങ്കിൽ ആദ്യത്തെ ന്യൂ ഇയറിന് തന്നെ നമ്മൾ രക്ഷപ്പെട്ടേനെ.
പക്ഷെ ഇത് 100 ന്യൂ ഇയർ കഴിഞ്ഞാലും 100 തീരുമാനം എടുത്താലും കഴിഞ്ഞ ന്യൂ ഇയറിന് എന്ത് തീരുമാനം എടുത്തതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥ. So we are not masters to decide whether to sin or not. പാപം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നമ്മൾ മാസ്റ്റർ അല്ല. Sin will decide what to do. Chase, you do this. തീരുമാനിക്കുന്നത് പാപം എന്ന യജമാനനാ. I am sold under him as a slave. അപ്പൊ വേറൊരാൾ എന്നെ രക്ഷിച്ചേ പറ്റൂ. I cannot save myself. I cannot save myself because I am a slave. I am sold under sin. I am helpless. I want to be good, but my body is not allowing me to be good. അതാണ് പൗലോസ് പറയുന്നത്, I am helpless. ഇവിടെ പറയാണ്, ആകയാൽ ഇത് പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം മാത്രമേ. ഹീസ് മേക്കിംഗ് മീ ഡു ഇറ്റ്, ഹീസ് കൺട്രോളിങ് മീ. അപ്പൊ ഞാനല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ പറയും, കർത്താവേ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്ത പാപങ്ങൾ. പറയാറുണ്ടോ? ഞാൻ ആദ്യമൊക്കെ വിചാരിക്കായിരുന്നു, ഈ അറിയാതെ എങ്ങനെ പാപം ചെയ്യുന്നത്, അറിയാതെ ചെയ്തത് പാപമാണോ എന്നൊക്കെ ഞാൻ ആദ്യം ചിന്തിക്കുമായിരുന്നു. പിന്നെ മനസ്സിലായത് അറിയാതെ ചെയ്യുന്ന പാപമാണ്, ഞാൻ അറിയുന്നില്ലാത്ത പാപത്തിനാണ് ഞാൻ അടിമ. ഞാനത് എങ്ങനെ ചെയ്തു? എനിക്കൊരു തീരുമാനം ഇല്ലായിരുന്നു, ഞാൻ അറിഞ്ഞുമില്ല, പക്ഷെ എന്റെ ശരീരത്തിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു. ഐ എം എ സ്ലേവ് ടു ദാറ്റ് സിൻ. എനിക്ക് ആ മനുഷ്യനോട് സ്നേഹിക്കണം എന്നുള്ള കൽപ്പന എന്റെ ഉള്ളിലുണ്ട്. ഞാൻ തീരുമാനിച്ചാണ് ആ മനുഷ്യനെ കാണുമ്പോൾ സ്നേഹമായിട്ട് പെരുമാറണം. പക്ഷെ ആളെ കാണുമ്പോൾ എന്റെ ഉള്ളിൽ ആ വികാരം അകപ്പെ ഉണ്ടാകുന്നില്ല. എന്ത് ചെയ്യും? ഞാൻ പിന്നെ ഉണ്ടെന്ന് അഭിനയിച്ച് ചിരിച്ചു കാണിച്ചിട്ട് ഒന്ന് പോരും. ഉള്ളിൽ നിന്ന് ആ സ്നേഹം വരുത്താൻ എന്ത് ചെയ്താ പറ്റത്തില്ല. So many times I have felt that helplessness. മക്കളെ നോക്കുമ്പോൾ, അവരുടെ കുരുത്തക്കേട് കാണുമ്പോൾ, ഭാര്യയെ നോക്കുമ്പോൾ, അയൽവക്കാരെ നോക്കുമ്പോൾ, എന്നെ കർത്താവ് ഏൽപ്പിച്ചിരുന്ന ആൾക്കാരെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരുമായിരുന്നു. ബിക്കോസ് ഐ എം അൺഎബിൾ ടു ഫൈൻഡ് ദാറ്റ് അഗപ്പെ. അപ്പൊ പാപത്തിന്റെ യഥാർത്ഥ സ്ട്രഗിൾ തീരുമാനം എടുക്കുന്നതിലല്ല. നിങ്ങൾ അവിടെ തീരുമാനം എടുത്ത് നന്നാകാൻ സാധിക്കില്ല. ബിക്കോസ് വി ആർ സ്ലേവ്സ്. അതാണ് റോമ ലേഖനത്തിലെ നമ്മൾ അപ്പോസ്തലിക ഉപദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാപത്തെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ ഒരു മരത്തിന്റെ കാര്യം? നമ്മൾ ചെറുപ്പത്തില് കേട്ടിട്ടില്ലേ? ഓറഞ്ചൊക്കെ തിന്നുമ്പോൾ പേരൻസ് പറയും, നിങ്ങൾ ഇതിന്റെ അല്ലി മാത്രമേ തിന്നാവുള്ളൂ, കുരു തിന്നരുത്, കുരു തിന്നാൽ ഇത് വയറ്റിൽ കിടന്ന് മുളച്ച് ഒരു മരമായി മാറും. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? അങ്ങനെ പാപം എന്ന പഴം അന്ന് തിന്ന് ഒരു മരം അവരുടെ ഉള്ളിൽ ഉണ്ടായി വന്നു. ആദമിന്റെ ഹവ്വയുടെ ഉള്ളിൽ ഉണ്ടായി വന്നു. ജനിക്കുന്ന സകല മനുഷ്യരും അങ്ങനെ പാപത്തിൽ ജനിച്ചു. അവർക്ക് ആ പാപത്തിന്റെ മരം തിരിച്ചറിയാൻ പറ്റും, പ്രവൃത്തികൾ തിരിച്ചറിയാൻ പറ്റും, ഹൃദയത്തിൽ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ഈ വേര്, ഒരു മരത്തിന്റെ വേര് ഇതിൽ ഇറങ്ങിയേക്കുന്നത് തിരിച്ചറിയാൻ പറ്റില്ല. ആ മരത്തെ അവിടെ നിന്ന് എടുത്തു കളയണമെങ്കിൽ വേരോടെ പിഴുകണം. ആ വേര് ശരീരത്തിലാണ് കിടക്കുന്നത്. സോ ദാറ്റ് മേക്സ് ദ ബോഡി അവർ എനിമി. ഓക്കെ, അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് പറയണേ, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പക്ഷെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഹെൽപ്ലെസ്. ഇനി ഇതേ വാക്യങ്ങൾ ആവർത്തിക്കുകയാണ്. 20-ാം വാക്യം, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. 21-ാം വാക്യം നോക്കിയേ, എന്നാൽ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ. ഇച്ഛ എവിടെയാ കിടക്കുന്നത്? ഇച്ഛ കിടക്കുന്നത് നമ്മുടെ പ്രാണനില, മനസ്സില, അല്ലെ? ആഗ്രഹം. എന്റെ ആഗ്രഹം എന്താണ്? നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. അതെവിടെയാ കാണുന്നത് നോക്കിയേ. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എന്റെ മനസ്സുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നു. കണ്ടോ, ഞാൻ ഈ റോമറുടെ 7 അതുപോലെ വായിക്കുക. ഐ എം നോട്ട് ഇന്റർപ്രറ്റിംഗ് ഇറ്റ്, ഐ എം നോട്ട് ബ്രിങ്ങിങ് എനി ന്യൂ ഐഡിയ. ജസ്റ്റ് ആ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന 7-ാം അധ്യായം ആ ശരീരത്തെ റെസ്പോൺസിബിൾ ആക്കുന്ന എങ്ങനെയാന്ന് നോക്കിയേ. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നുവെങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. ഇൻ മൈ ഓർഗൻസ്, ഗ്രന്ഥികൾ. അതെന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കിയുള്ളത്. എത്ര ഭയങ്കര ശാസ്ത്രമാണ് പൗലോസ് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ പലപ്പോഴും വിചാരിക്കും, ഡിപ്രഷനുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ച് അങ്ങ് സന്തോഷിച്ചുകൂടെന്ന്. പറയാൻ എളുപ്പമാണ്, ബട്ട് ദാറ്റ് വിൽ നോട്ട് കം ടു ദം. അപ്പോൾ ഇവിടെ പറയാണ്, അതെന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ അടിമയാക്കി കളയുന്നു. അപ്പൊ അടിമയാക്കി മാറ്റുന്നത്
ചിന്തകളല്ല. അടിമയാക്കി മാറ്റുന്നത് നമ്മുടെ ശരീരത്തിന്റെ പാപവികാരങ്ങളാണ്. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? അടുത്ത വാക്യം അതാ ചോദിക്കുന്നത്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അയ്യോ ഞാൻ എങ്ങനെ രക്ഷപ്പെടും? എനിക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുന്നില്ല. ഞാൻ കർത്താവിന് മുമ്പിൽ നിലവിളിക്കോ, കർത്താവേ നന്നാക്കണേ നന്നാക്കണേ, ഞാൻ നാളെ തൊട്ട് നന്നായിക്കോളാം, എന്നെ അടിക്കല്ലേ, എന്നെ ശിക്ഷിക്കല്ലേ, എന്റെ ബിസിനസ് തകർക്കല്ലേ, എനിക്ക് രോഗം വരുത്തല്ലേ, ഞാൻ നന്നായിക്കോളാം നന്നായിക്കോളാം. എവിടെ? ഞങ്ങൾ വിശ്വാസി വന്ന സമയത്ത് ഈ ഒറിജിനൽ പ്രോഫറ്റ്സ് ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. ഒറിജിനൽ പ്രോഫറ്റ്സ് ഉണ്ടായിരുന്നു ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നൊക്കെ ആൾക്കാർക്ക് പേടിയായിരുന്നു പ്രോഫറ്റ്സ് വരും. എനിക്ക് പേടിയായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് രക്ഷ വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ പ്രവാചകന്മാർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാനിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവെ ഒന്നും വെളിപ്പെടുത്തല്ലേ, ഒന്നും വെളിപ്പെടുത്തല്ലേ. അപ്പം അവരൊന്നും വെളിപ്പെടുത്താതെ അങ്ങ് പോകും. പോയി കഴിയുമ്പോൾ ഞാൻ പഴയ പോലെ ആവും. കാരണം രക്ഷപ്പെട്ടല്ലോ. അതായത് നമുക്ക് തീരുമാനമൊക്കെ നന്നാകണം എന്നൊക്കെ അറിയാം, പക്ഷെ അതൊന്നും പറ്റത്തില്ല. അത് എല്ലാ മനുഷ്യരും, നിങ്ങൾ ആത്മാവിൽ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ പാപത്തോട് പോരാടി തോക്കുന്ന ഒരവസ്ഥ അത് അനുഭവിച്ചിട്ടുണ്ടോ? ആ ശരീരത്തിന്റെ ശക്തി അനുഭവിച്ചിട്ടുണ്ടോ? അത് അനുഭവിച്ചിരിക്കും. അവിടെയാണ് നമ്മുടെ നിസ്സഹായാവസ്ഥ, ബ്രോക്കൺനെസ്, ഐ കനോട്ട് സേവ് മൈസെൽഫ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും? ആര് രക്ഷിക്കും? അടുത്ത വാക്യം പറയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെ സേവിക്കുന്നു. ഞാൻ എന്തെങ്കിലും വ്യാഖ്യാനിച്ചോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ റോമാലേഖനം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാല്, ലോകത്തിൽ ഒരു ശാസ്ത്രവും ഒരു മതവും ഒരു പ്രസംഗകനും ഈ റോമാലേഖനത്തിന് വെളിയിൽ പ്രസംഗിക്കുന്ന ആരും ഈ ശരീരം എന്ന അപകടം കണ്ടെത്തിയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് എന്നാ, നന്നാകടാ. നീ എന്താടാ നന്നാകാത്തെ? നന്നാകാൻ പറ്റാത്ത എന്റെ അവസ്ഥ ഞാൻ അറിയുന്നില്ല, എന്നിട്ടാണ് വേറൊരുത്തനെ നന്നാക്കാൻ നടക്കുന്നത്. നിങ്ങൾ ഈ നന്നാകാൻ ഒരാളോട് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണോ, അവന്റെ ഹൃദയത്തിൽ കൂടെ പോകുന്ന കെമിക്കൽ എന്താ, ബ്രെയിനിലൂടെ പോകുന്ന സാധനം എന്താന്നുള്ളത്. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ? സൊല്യൂഷൻ വലിയ അപകടമാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ശരീരത്തിൽ നിന്ന് ആര് രക്ഷിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, ശരീരം അടുത്തെങ്കിലും രക്ഷപ്പെടാൻ പോകുന്നില്ല. കർത്താവിന്റെ വരവിലെ ഈ ശരീരം തേജസ്കരിക്കപ്പെടുള്ളൂ. അതുവരെ ഈ ഗുണമില്ലാത്ത ശരീരം ചുമന്നുകൊണ്ട് അപ്പൊ പിന്നെ നമ്മൾ പാപത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അതാണ് അപ്പോസ്തലിക ഉപദേശത്തിന്റെ മാജിക്. ദാറ്റ് യോക്ക് ഓഫ് സ്ലേവറി ഈസ് ബ്രോക്കൺ. അത് എങ്ങനെയാണ് കർത്താവ് നമ്മുടെ ആ അടിമ നുഖത്തെ തകർത്ത് കളഞ്ഞതെന്നും നമ്മുടെ ശരീരത്തിന്റെ വികാരങ്ങളോട് നമ്മൾ എങ്ങനെയാണ് മരിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോസ്തലിക ഉപദേശം. ദാറ്റ്സ് വൈ ദിസ് ടീച്ചിങ് ഈസ് സോ യുണീക്ക്. ചേസ് ജോസഫ് എന്ന് പറയുന്ന ആള് ഒരു പുസ്തകത്തിന്റെ സഹായത്തോടെ അല്ല ഇത് പറയുന്നത്. ഓൺലി ദ ബുക്ക് ഓഫ് റോമൻസ്. നമ്മൾ 100,000 ഫിലോസഫീസും ക്ലാസ്സുകൾ പഠിക്കുമ്പം മറന്നു പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇതിനേക്കാളൊക്കെ മനോഹരമായ ദൈവിക ജ്ഞാനം നമ്മുടെ ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസും പത്രോസും എബ്രായ ലേഖനം എഴുതിയ ആളും എല്ലാം എഴുതി ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടെന്നും, ക്രൂശിതനായ ക്രിസ്തു എങ്ങനെയാണ് നമ്മുടെ അടിമ മുഖം തകർത്ത് ഈ ശരീരത്തിന്റെ അടിമത്തത്തിൽ നമ്മളെ രക്ഷിക്കുന്നതെന്നും, നമ്മുടെ മനസ്സിനെ ഫ്രീ ആക്കി ആത്മാവിനോട് ബന്ധിക്കുന്നതെന്നും, എങ്ങനെയാണ് അതിനെ വിശുദ്ധീകരിക്കുന്നതെന്നും വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കെ ജ്ഞാനികൾക്കും ബലവാന്മാർക്കും ബുദ്ധിയുള്ളവർക്കും വെളിപ്പെടുത്താത്ത ദൈവത്തിന്റെ വചനം നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് വെളിപ്പെടുത്തക്ക രീതിയിൽ കർത്താവ് ഇത് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് എത്രയോ അത്ഭുതകരമായ കാര്യം. അതുകൊണ്ട് നന്നാകാനുള്ള ഉപദേശം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നന്നാകാൻ നമ്മൾ ഉപദേശിച്ചാൽ പുറമേ മാത്രം നന്നാകാൻ പറ്റുള്ളൂ. ദാറ്റ് സിസ്റ്റം ഇൻ us is fully sinful. ഇപ്പം ഏകദേശം അതിനകത്തെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? അപ്പൊ നമുക്ക് ഇനി മടങ്ങി വരാം റോമർ 4 ഇങ്ങോട്ട് നമുക്ക് തിരിച്ചു വരണം. അപ്പൊ ഉടനെ ഇങ്ങ് നമ്മൾ രക്ഷയുടെ ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് മനസ്സിലാക്കില്ല. ഒരു 3 ദിവസം കൂടെ എങ്കിലും എടുക്കും നമുക്ക് അവിടെ എത്താൻ. ഓക്കെ,
ഓൾറൈറ്റ്, അപ്പൊ നമ്മൾ 4-ാം അധ്യായത്തിലെ ചില കാര്യങ്ങളിലേക്ക് മടങ്ങി വരികയാണ്. ഈ 4-ാം അധ്യായം പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ, എബ്രഹാമിന്റെ ഫെയ്ത്ത് എന്താണെന്ന് ശരിക്കും മനസ്സിലാകണമെങ്കിൽ 7-ാം അധ്യായം 6-ാം അധ്യായം എല്ലാം മനസ്സിലാകണം. ഇറ്റ്സ് എ ബിഗ് കോംപ്ലിക്കേറ്റഡ്. നമ്മൾ എന്നാലും അതൊന്ന് അഴിച്ചെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ റോമാലേഖനം അല്ലാതെ ഞാൻ വേറെ ഒരു സോഴ്സും ഉപയോഗിക്കില്ല. ഓക്കെ, ഒൺലി ഫ്രം ദിസ് എപ്പിസിൽ. അത് ഞാൻ ഈ റോമാലേഖനം വായിക്കുമ്പോൾ ഞാൻ എൻ്റെതായി വായിക്കുകയുമില്ല. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ആ ഗ്രാമർ തന്നെ, അതിനകത്തും തന്നെ ദൈവത്തിന്റെ വചനം. കാരണം അപ്പോസ്തലനായ പൗലോസ് അത് എഴുതുമ്പം ആഗ്രഹിച്ചിരുന്നത് ദൈവം എന്താണ് അവർക്ക് വെളിപ്പെടുത്തിയത് അത് അതുപോലെ ജനം മനസ്സിലാക്കണമെന്ന്. അതിനകത്ത് ഒന്നും കലർത്തേണ്ട കാര്യമില്ല. ലെറ്റ്സ് ലുക്ക് ടു ദ ബുക്ക് ഓഫ് റോമൻസ്. എങ്ങനെയാണ് ദൈവം നമ്മളെ സൗജന്യമായി രക്ഷിക്കുന്നത്? അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഈ കുഴിയിൽ നമ്മളെ രക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും ഭയങ്കരമായ വില ആരെങ്കിലും കൊടുത്ത് നമ്മളെ ഫ്രീ ആയിട്ട് രക്ഷിക്കണം. അല്ലാതെ എന്നെ ആശ്രയിക്കാൻ പറ്റില്ല. എന്റെ സാൽവേഷന് ആരെ ആശ്രയിക്കാൻ പറ്റില്ല? എന്നെ ആശ്രയിക്കാൻ പറ്റില്ല. എന്റെ കഴിവിനെ ആശ്രയിക്കാൻ പറ്റില്ല. കാരണം ഐ എം എ സ്ലേവ്. ഓക്കെ, റോമലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 5-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്ന ഇവനിൽ വിശ്വസിക്കുന്നവനോ എന്റെ വിശ്വാസം നീതിയായി കണക്കണം. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെ ആയിരിക്കണം? നമുക്ക് ഈ വചനം മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ഹൃദയം എങ്ങനെ ആയിരിക്കണം? ഞാൻ ഇന്നലെ ഞങ്ങളുടെ HIV ഉള്ള മകന്റെ കാര്യം പറഞ്ഞു. ആ മകനെ ഉപയോഗിച്ചാണ് ദൈവം എന്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞത്, എന്റെ നീതിയെ തകർത്ത് കളഞ്ഞു. അപ്പൊ നമ്മൾ പാപികളാണെന്ന് മനസ്സിലാക്കാൻ ദൈവം എന്തെങ്കിലും ഒരു തകർക്കാനുള്ള ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് നമ്മുടെ എല്ലാം ജീവിതത്തിൽ കർത്താവ് ഒരു ഇടർച്ചക്കല്ല് വെച്ചിട്ടുണ്ടാവും. ടു ബ്രേക്ക് us, ടു അണ്ടർസ്റ്റാൻഡ് അവർ ഇന്നബിലിറ്റി. ഒരുപക്ഷെ ഒട്ടും സ്നേഹിക്കാൻ പറ്റാത്ത ഒരു ബന്ധുവായിരിക്കും. അവിടെ ദൈവത്തിന്റെ കമാൻഡ്മെന്റ് പറയുക, ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ നീ. എനിക്ക് ആദ്യം ഈ എക്സ്പീരിയൻസ് ഉണ്ടായത്, ഈ കർത്താവിന്റെ വലിയ കൽപ്പനയുടെ ചലഞ്ച്, എന്നെ തകർത്ത് കളയുന്ന ചലഞ്ച് ഉണ്ടായത് 2007. അന്നൊരു സ്ത്രീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് എന്റെ ഭാര്യയെ തല്ലി 3 പ്രാവശ്യം. കാരണക്കുറ്റി നോക്കി പൊട്ടാന്ന് കേട്ടു. അപ്പൊ ഞാനൊരു 50 മീറ്റർ ദൂരം കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അടി കണ്ടപ്പോ. എന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭാര്യ തിരിച്ചടിച്ചില്ല. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ സന്തോഷം. നമ്മളെല്ലാം കർത്താവിനെ അനുസരിക്കാൻ വേണ്ടി നടക്കുകയല്ലേ. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണം നമുക്കറിയാം. പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ഒരാൾ അടിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ തിരിച്ചടിക്കുകയല്ലായിരിക്കും, എന്നാലും ഒന്ന് തള്ളി മാറ്റുമോ, എന്തോ ഈ കാണിക്കുന്ന ബ്രദറിന് ചോദിക്കുമോ, ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കോ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ he didn't do any of this. ജസ്റ്റ് നിന്ന് അടിയങ്ങ് കൊണ്ടു നല്ല സുന്ദരമായിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വീടിന് ചുറ്റും നടന്ന് കർത്താവിനെ സ്തോത്രം പറഞ്ഞു. കർത്താവേ, എന്റെ ഭാര്യയ്ക്ക് ഒരു കർണത്തടിച്ചപ്പോൾ മറ്റേ കർണം കാണിച്ചു കൊടുക്കാൻ നീ കൃപ കൊടുത്തതിനായിട്ട് സ്തോത്രം. ആദ്യമായിട്ട് എന്റെ ശരീരത്തിന്റെ ബലഹീനത മനസ്സിലാക്കുന്ന അന്നാ. ഞാൻ ഇങ്ങനെ സ്തോത്രം ചെയ്ത് ഇരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ സ്തോത്രത്തിൽ എനിക്ക് യാതൊരു പ്രസാദവും ഇല്ല. കർത്താവ് അങ്ങനെ സംസാരിക്കും. കർത്താവ് എപ്പോൾ സംസാരിച്ചാലും നമ്മൾ ബ്രോക്കൺ ആയി തകർന്നു പോകും. അത് നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്തായിരിക്കും. ആത്മാവിൽ ആ തോട്ട് വരുന്നത് ഒരിക്കലും നമ്മുടെ ചിന്തയുടെ അനുകൂലമായിരിക്കത്തില്ല. കാരണം ഈ ഹ്യൂമൻ തിങ്കിങ്ങിന് നേരെ അപ്പുറത്തുള്ള ഒരു സത്യത്തിലേക്ക് ആത്മാവ് എപ്പോഴും നയിക്കുന്നു. അപ്പൊ ഞാന് കർത്താവെ ഒരു കർണത്തടിച്ച് മറ്റേ കർണം കാണിച്ചു കൊടുത്തു. അങ്ങനെ രണ്ടാമത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. എന്നിട്ടും 3-ാമതും കർണം കാണിച്ചു കൊടുത്തു. എന്നിട്ടും നിനക്ക് പ്രസാദമായില്ലെങ്കിൽ ഞങ്ങൾ ഇനി എങ്ങനെ നിന്നെ പ്രസാദിപ്പിക്കും? അപ്പൊ കർത്താവ് പറയുവാണ്, കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ അവിടെ നിന്ന് സ്തോത്രം ചെയ്തോ, നിന്റെ ഭാര്യ അടി കൊണ്ടതൊന്നും അല്ലായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ ഈ തല്ലിയ സ്ത്രീയോട് ഭയങ്കര വെറുപ്പും വൈരാഗ്യവും. പിന്നെ എങ്ങനെയാണ് പ്രസാദം ഉണ്ടാകുന്നത്? ഞാൻ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം എന്റെ ഭാര്യ എന്നോട് ചോദിക്കുക, എന്നെ തല്ലുന്നതും നോക്കി നിൽക്കുമായിരുന്നു അല്ലേ എന്ന്. അപ്പോഴെനിക്ക് മനസ്സിലായത്, ഈ തല്ല് കൊണ്ടാലും ശരീരം ചുടാൻ ഏൽപ്പിച്ചാലും അകത്തുനിന്ന് നമ്മളെ തല്ലുന്ന ഒരാളോട് സ്നേഹം ഉണ്ടാവുക എന്ന് പറയുന്ന പരിപാടി അതെത്ര തീരുമാനം എടുത്താലും ഉണ്ടാവില്ല എന്നുള്ളത്. അന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ ചിന്തിച്ചു, എന്റെ കർത്താവെ എങ്ങനെ തിരിച്ച് സ്നേഹിക്കാം. അവസാനം ഞങ്ങൾ ഇങ്ങനെ ഒരു സൊല്യൂഷനിലെത്തി. അവര് അവിശ്വാസിയായ സ്ത്രീ ഞങ്ങളെ തെറ്റിദ്ധരിച്ചു, തല്ലി. അത് വിവരമില്ലാത്തതുകൊണ്ട് പാവം എന്നൊക്കെ പറഞ്ഞിരുന്നു.
നേരെ വെളുത്തപ്പോഴാണ് അറിയുന്നത് ആ സ്ത്രീ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഞങ്ങൾ അവരെ തല്ലി എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തേക്കും. അപ്പൊ അത്രയും നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്നേഹം അവിടെ തീർന്നു. പക്ഷെ പോലീസുകാരെ അവര് പറഞ്ഞ് വിശ്വസിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ ആ സ്ത്രീയെ സ്നേഹിക്കാൻ കർത്താവ് ഒരു ചലഞ്ച് അങ്ങ് മുമ്പിലോട്ട് വെക്കും. എന്ത് ചെയ്താൽ ഈ സ്നേഹം ഉള്ളിൽ ഉണ്ടാകുന്നില്ല. അപ്പൊ എങ്ങനെ കൽപ്പന അനുസരിക്കും? അവിടെ തോറ്റു. ദൈവം നമ്മളെ ഓരോ സന്ദർഭങ്ങളിലൂടെ കിടത്തിവിട്ട് ഈ കൽപ്പന, കർത്താവിന്റെ കൽപ്പന ഒരു ഇടർച്ചക്കല്ലായി നമ്മുടെ മുമ്പിൽ വെച്ച് ആ കല്ലിന്റെ മേൽ വീണ് തകർന്ന്, കർത്താവേ ഞാൻ അയോഗ്യനും പാപിയുമായ ദാസൻ, ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, എന്നോട് കരുണ തോന്നണമേ എന്നൊരാൾ നിലവിളിക്കുമ്പോഴാണ് ആ ഹൃദയമാണ് തകർന്ന പെനിറ്റന്റ് ഹാർട്ട്, ആ ദൈവത്തെ അന്വേഷിക്കുന്ന, നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന, വിശക്കുന്ന, യേശുവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ആ നീതി കൊണ്ട് തകർക്കപ്പെടുന്ന അവർക്ക് മാത്രമേ റോമാലേഖനം മനസ്സിലാക്കത്തുള്ളൂ. So the gospel and the law, the crux of the law, ആ ലോയുടെ ഇന്നർ കോർ, ഞാൻ നമ്മുടെ സിമ്പിൾ ഭാഷയിൽ മാങ്ങാണ്ടി എന്ന് പറഞ്ഞ സാധനം, that breaks our teeth, breaks our efforts and breaks our self. അതാണ് പൗലോസ് ശരിക്കും പറയുന്നത്, പ്രവർത്തിക്കാത്തവരെങ്കിലും. നമ്മൾ വ്യാഖ്യാനിക്കുന്ന അക്ഷരങ്ങളിലൂടെ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നറിയോ? ഒന്നും പ്രവർത്തിക്കാതെ ചുമ്മാ ഇരിക്കുന്നവനെ ദൈവം വെറുതെ ഇങ്ങ് പോരടാന്നും പറഞ്ഞ് സ്വർഗത്തിലുണ്ട്. അങ്ങനെയല്ല. That speaks about a penitent, broken heart, a realization that I cannot do anything. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, സാൽവേഷന് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. My hands are tied because I am a slave. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അത് ഇപ്പോഴും മറ്റുള്ളവരെ വിധിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോഴും നിങ്ങൾ നന്മതിന്മകളെ വെച്ച് ബാക്കിയുള്ളവരെല്ലാം കൊല വിളിച്ചുകൊണ്ടിരിക്കുകയാണോ? You are not having a broken heart. If you are judging people, നമുക്ക് ഒരിക്കലും ആ ദൈവത്തിന്റെ സന്നിധിയിൽ നുറുങ്ങിയ ഹൃദയം എൻജോയ് ചെയ്യാൻ പറ്റില്ല. ആ നുറുങ്ങിയ ഹൃദയം ഭയങ്കര എൻജോയ്മെന്റാ. Because God is so near to a broken hearted man. ആ തകർന്നുള്ള നിലവിളിയിലെല്ലാം കർത്താവിന്റെ പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മൾ ചുമ്മാ വിശ്വാസികൾ എന്ന് പറയല്ല. വി ഹാവ് എ റിച്ച് ട്രഷർ ഇൻ ദ ലോർഡ്. അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇഫ് യു ആർ ബ്രോക്കൺ. അപ്പൊ നമ്മൾ നമ്മുടെ സഹോദരന്മാരെ സ്നേഹിക്കുമ്പോഴും അടുത്ത തലത്തിലേക്ക് ചലഞ്ചിലാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. 2014 ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചിന്തിക്കാം, എന്റെ ദൈവമേ എന്ത് പറ്റി? എന്ത് പറഞ്ഞാലും എന്റെ ഭാര്യയായിട്ട് വഴക്കാവുകയാണല്ലോ. ഞാൻ എന്ത് പറഞ്ഞാലും പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടുന്നില്ല, പുള്ളിക്കാരി എന്ത് പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കൊല്ലാൻ വിളിച്ചാലും കിയോ കിയോ, വളർത്താൻ വിളിച്ചാലും കിയോ കിയോ എന്ന് പറയത്തില്ലേ കോഴിയെ പിടിക്കുമ്പോ? അതുപോലത്തെ അവസ്ഥ. ഞാൻ ഒരാഴ്ച എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ഇറിറ്റേഷൻ ഉണ്ടായി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും. കല്യാണം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞിട്ടും അന്ന് 12 വർഷം കഴിഞ്ഞിട്ടും ഒരിക്കലും അനുഭവിക്കാത്ത ഒരു ഇറിറ്റേഷൻ. ഒരാഴ്ചയപ്പോ ഞാൻ കർത്താവിനോട്, എന്റെ കർത്താവ് എനിക്ക് എന്താ സംഭവിക്കുന്നത്? അപ്പൊ കർത്താവിനോട് ചോദിച്ചു, നീ അഗപ്പേന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് എങ്ങനെയാന്ന് നോക്കണ്ട. അഗപ്പയുടെ പ്രത്യേകത ഏതാ? യു ഡോണ്ട് ഹാവ് ടു ലുക്ക് അറ്റ് ഹൗ ദാറ്റ് അതർ മാൻ ഈസ് ബിഹേവിംഗ്. അത് നോക്കണ്ട. ജസ്റ്റ് നിന്റെ ഉള്ളിൽ കർത്താവ് എന്താ പകർന്നിരിക്കുന്നത് എക്സ്പ്രസ്. ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്റെ ഭാര്യ എന്നോട് ചോദിക്കുവോ, ഇതെങ്ങനെ ഇത്ര നന്നായത്? ഞാൻ പറഞ്ഞു, ഞാൻ നന്നായതല്ല, നീ നന്നായില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് എനിക്ക് മനസ്സിലായതാ. അത് മനസ്സിലാവാൻ കുറച്ച് പാട് കിട്ടുന്നു. അപ്പോഴാ പുള്ളിക്കാരിക്ക് മനസ്സിലാകുന്ന സംഗതി ഇതാണല്ലോ. ഏത് സ്നേഹത്തെയും കർത്താവിന്റെ അഗപ്പയുടെ ഉരകല്ലിൽ നിന്ന് വരച്ചു നോക്കി വിൽ ബി ബ്രോക്കൺ. നമ്മുടെ ഇല്ലാതെ നമുക്കില്ല. വി ആർ പ്രിറ്റൻഡിങ് ദാറ്റ് വി ആർ ഗുഡ്. എങ്ങനെ പ്രിറ്റൻഡ് ചെയ്യുന്നതൊക്കെ റോമലേഖനം 9-ാം അധ്യായത്തിൽ ഭയങ്കര വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ തല്ലിപ്പൊളി സ്വഭാവം എല്ലാം അവിടെ കൃത്യമായിട്ട് അപ്പോസ്തലൻ വരച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഇല്ലാത്ത നീതി ഉണ്ടെന്ന് അഭിനയിക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന പരിപാടികളെല്ലാം ആ 9-ാം അധ്യായത്തിലുണ്ട്. We will come to it very slowly. നമ്മൾ പെട്ടെന്നൊന്നും ഞാൻ വിട്ടിട്ട് പോകുന്നില്ല. I will come back to the book of Romans chapter 4. അപ്പോൾ പ്രവർത്തിക്കാത്തവനെങ്കിൽ അഭക്തനെ നീതീകരിക്കുന്നു. അപ്പൊ എനിക്ക് മതിയാകാത്ത ഒരാളാണ്, ഇൻസഫിഷ്യന്റ്.
There is an insufficiency when I am thinking about myself. A nothingness feeling, wretchedness. അതുകൊണ്ട് ഈ പഴയകാലത്തെ പാട്ടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഹിംസ്. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിപ്പെട്ടിട്ടുള്ള ഇംഗ്ലീഷ് ഹിംസ് ചുമ്മാ ഇരുന്ന് ഇംഗ്ലീഷ് അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് പാടി മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര പവർഫുൾ ആണ്. അത് മലയാളത്തിൽ കിട്ടണമെങ്കിൽ CSIക്കാരുടെ പഴയ ഒരു പാട്ട് ദിവസം മേടിച്ചാൽ മതി. ജ്ഞാന കീർത്തനങ്ങൾ എന്നും പറഞ്ഞൊരു സാധനം കിട്ടും. വേറൊന്നിനുമല്ല, അതിനകത്തെ പാട്ടൊക്കെ ചുമ്മാ ഒന്ന് പാടി നോക്കാം. അത് ഇംഗ്ലീഷിലെ ചില പാട്ടുകൾ അന്നത്തെ കാലത്ത് ആൾക്കാർ എഴുതുന്നു. അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദാറ്റ് സൗണ്ട് ദാറ്റ് സേവ്ഡ് എ റച്ച്. റച്ച് എന്ന് പറഞ്ഞ ആ വാക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോക്ക് കേസ്, ഒരു ഗുണമില്ലാത്ത ഡർട്ടിൽ കിടന്ന എന്നെ രക്ഷിച്ച കൃപ, എന്തോ കൃപയാ കർത്താവ് എന്ന് പറഞ്ഞ പാടുന്നു. നമ്മളൊക്കെ ഇങ്ങനെ ഒരു പാട്ട് എഴുതാൻ ഇപ്പൊ ഈ കാര്യമെല്ലാം അറിയാമെങ്കിലും എഴുത്തു വരില്ല. അങ്ങനെ ഒരു കർത്താവിനെ സ്നേഹിക്കുന്ന ആ ഒരു കൃപ എൻജോയ് ചെയ്യുന്ന, ആ വീണ്ടെടുപ്പിനെ എൻജോയ് ചെയ്യുന്ന ആ ഒരു തലമുറയല്ല നമ്മുടെ തലമുറ. 6-ാം വാക്യം പറയാണ്, ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം. എന്റെ പ്രവൃത്തികൾ നോക്കി എനിക്ക് എത്ര മാർക്ക് കിട്ടും? നമ്മുടെ ചിന്തകളെല്ലാം എങ്ങനെയാണെന്നറിയാം. നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു എക്സാമിനേഷന് ജയിക്കാൻ 35 മാർക്ക് വേണം. ഞങ്ങൾ സ്നാനപ്പെട്ട് മീശയും പഠിച്ച് ആഭരണവും ഒരു വെള്ളവസ്ത്രവും ഇട്ട് കൃത്യമായിട്ട് ആരാധനയെ സംബന്ധിച്ച് സ്തോത്രകാഴ്ച ഇടുന്ന ആൾക്കാരായതുകൊണ്ട് ദൈവം ഒരു 32 മാർക്ക് തന്നിട്ടുണ്ടാവും. ഇനി ബാക്കി ഒരു 3 മാർക്ക് കഷ്ടപ്പെട്ട് നേടിയെടുത്ത് രാവിലെ കുറച്ചുകൂടെ നേരത്തെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച് കുറച്ചുകൂടെ ബൈബിൾ വായിച്ച് പിള്ളേരോട് ചൂടാവുന്നൊക്കെ ഒന്ന് നിർത്തി ഭാവിയെ കുറിച്ചുള്ള ആൻസൈറ്റീസ് ഒക്കെ നിർത്തി സമാധാനമായിട്ട് ഇരുന്നാൽ ബാക്കി 3 മാർക്ക് കൂടെ സംഘടിപ്പിച്ച് സ്വർഗത്തിൽ പോകാം. ഇങ്ങനെയാണ് ഒരു ആവറേജ് വിശ്വാസി ലോകത്ത് മുഴുവൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എന്തെല്ലാം ചെയ്താലും ആ 3 മാർക്ക് കിട്ടിയതായിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പോകും. എപ്പോഴും യു വിൽ ബി എ ലിറ്റിൽ ബിറ്റ് ഷോർട്ട് ഓഫ് ഗോഡ്സ് ഗ്ലോറി. അങ്ങനെ തോന്നുള്ളൂ. അതിന്റെ കാരണം എന്താണെന്നറിയോ? സത്യത്തിൽ നമുക്ക് കിട്ടിയേക്കുന്ന 32 ഒന്നും അല്ല, എല്ലാം വലിയ 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 സീറോകളാണ്. കാരണം പ്രമാണത്തിൽ ഒരിടത്ത് തെറ്റിയാൽ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു യാഗവും ദൈവം അംഗീകരിക്കത്തില്ല. നിങ്ങൾ ഒരു സഹോദരനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം വരെ. അതിനിപ്പുറത്ത് നിങ്ങൾ ആ സ്നേഹം നിർത്തിയെങ്കിൽ യു ഫെയിൽ. നിങ്ങളൊരു മനുഷ്യനോട് ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ നിങ്ങളെ കുത്തിപ്പറിച്ച് കൊന്ന് വേദനിപ്പിച്ച് കൊന്ന് നിങ്ങളുടെ കിഡ്നിയും കരളും എല്ലാം വലിച്ചു പറിച്ചെടുക്കുമ്പോഴും അവസാനത്തെ ശ്വാസം വരെ ആ മനുഷ്യനോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദൈവത്തിന് അക്സെപ്റ്റബിൾ. അതിന്റെ ഇടയിലുള്ളതൊന്നും ദൈവം അംഗീകരിക്കത്തില്ല. എത്ര പേര് സ്വർഗത്തിൽ പോകും? നമ്മുടെ പ്രവൃത്തികൾ, ഒരു ദിവസത്തെ പ്രവൃത്തികൾ തൂക്കി നോക്കി, പ്രവൃത്തികൾ നോക്കിയാൽ നമ്മളെല്ലാം പോക്കാം. പിന്നെ നമ്മൾ പോകും വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രവൃത്തികളൊന്നും കർത്താവ് പറഞ്ഞതല്ല. നമ്മൾ ചെയ്യുന്ന എല്ലാം നല്ല കാര്യങ്ങളാ, പക്ഷെ കർത്താവ് പറഞ്ഞതല്ല. ഈ കർത്താവ് പറഞ്ഞ കാര്യങ്ങളോട് നമുക്കൊരു വൈരാഗ്യമുണ്ട്, നമുക്ക് ഒരിക്കലും അനുസരിക്കാൻ പറ്റില്ല. എന്നാൽ കർത്താവ് പറയാത്ത കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഉത്സാഹം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഏതെങ്കിലും ഒരു മനുഷ്യൻ നീതിക്ക് വേണ്ടിയാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത് വൈബ്രേഷനോട് പറഞ്ഞെങ്കിൽ ഓർത്തോണം, അവൻ കർത്താവ് പറഞ്ഞ കാര്യത്തിന് വേണ്ടി അല്ല യുദ്ധം ചെയ്യുന്നത്, ഉറപ്പായിട്ടും അല്ല. കാരണം യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ആരെ കൊണ്ടും പറ്റില്ല. എക്സാമ്പിൾ, ഇങ്ങനെ ആൾക്കാർ പറയുന്നവരുണ്ട്, പാസ്റ്ററെ ഞങ്ങൾ രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാറില്ല, ഞങ്ങൾ രോഗശാന്തിയിലാണ് വിശ്വസിക്കുന്നത്. സന്തോഷം, വളരെ സന്തോഷം. ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിൽ പോയി എന്തൊക്കെ രോഗമായിട്ട് തിരിച്ചു വരുന്ന അറിയാൻ പറ്റില്ല. പക്ഷെ ബൈബിളിൽ അങ്ങനെയില്ല. നിങ്ങൾ രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകരുത് എന്നൊരു കൽപ്പന ബൈബിളിലില്ല. എന്നാൽ അതിനേക്കാൾ കൂടുതൽ പ്രാവശ്യമുണ്ട്, നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. അതെന്താ ഒരു ചൂടും ആർക്കും ഇല്ലാത്ത? നിങ്ങൾ ഇന്നേ വരെ ആവേശത്തോടെ ഒരാൾ ഇത് പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. എന്തുകൊണ്ട് കേട്ടിട്ടില്ല എന്നറിയോ? ബൈബിളിൽ അങ്ങനെ ഉണ്ട്. മറ്റതിനകത്ത് എന്തിനാ ഇത്ര ആവേശം? ബൈബിളിൽ അങ്ങനെ ഇല്ല. നിങ്ങൾ ഇനി ഒരു പരിശോധന നടത്തിക്കോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു നീതിയെക്കുറിച്ച് ആവേശം കൊള്ളുന്നുണ്ടെങ്കിൽ അത് പുതിയ നിയമത്തിൽ ഉണ്ടാവില്ല. ആ ഒരു വിഷയം.
അത് അവിടെ നിൽക്കട്ടെ. യേശുക്രിസ്തു പറഞ്ഞതിൽ ഉണ്ടാവില്ല. ആ നീതിയുടെ എക്സ്പ്രഷനകത്ത് ഉണ്ടാകത്തില്ല, അത് ഉറപ്പാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ അപര്യാപ്തതകളെ ഈ മാനുഷികമായ നീതി കൊണ്ട് കവർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പാപിയാണെന്നും തോന്നുന്നില്ല. ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയോടെ ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നത്. 32 ഉണ്ടല്ലോ. ആ 32 എങ്ങനെയാ കിട്ടിയത്? ദൈവം പറയുന്ന അനുസരിച്ചിട്ടല്ല കിട്ടിയത്. ഞാൻ ഇത്തിരി കട്ടിയായി പോയല്ലോ ഇന്ന് പറഞ്ഞത്. സാരമില്ല, ബാക്കി റോമാലേഖനം എല്ലാം പഠിക്കുമ്പോൾ എല്ലാം ശരിയായിക്കോളും. ഇവിടെ 5-6 വാക്യത്തിൽ പറയുന്നത് ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം. ദാവീദ് വർണ്ണിക്കുന്ന അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യം. കർത്താവ് പാപം കണക്കിടാത്ത, പാപം ഇല്ലാത്തന്നല്ല, പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യം, ചുങ്കക്കാരനെ പോലെ. 9 വാക്യം പറയാണ്, ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനക്കാർക്ക് മാത്രമാണോ പറഞ്ഞേക്കുന്നത്? അതോ അഗ്രചർമ്മം ഉള്ളവർക്ക്, അതായത് അൺസർക്കംസൈസ് ജാതികൾക്കും കൂടെ വേണ്ടിയാണോ ഈ വാഗ്ദത്വം ഉള്ളത്? അതോ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമാണോ? 9 വാക്യത്തിന്റെ 2 ഭാഗം പറയാണ്, അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടു? പരിച്ഛേദനയിലോ അഗ്രധർമ്മത്തിലോ അല്ല, അഗ്രധർമ്മത്തിലോ പരിച്ഛേദനയിലല്ല, അഗ്രധർമ്മത്തിൽ അത്രേ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അബ്രഹാമിന് നീതി കണക്കിട്ടപ്പോൾ, വിശ്വാസത്താൽ നീതി കണക്കിട്ടപ്പോൾ അബ്രഹാം സർക്കംസൈസ്ഡ് ആയിരുന്നില്ല. അതിനുശേഷം ഇസ്മയിലും കൂടെ ഉണ്ടായ ശേഷമാണ് സർക്കംസൈസ് ചെയ്യുന്നത്. അപ്പൊ വിശ്വാസത്താലുള്ള നീതി വന്നത് വിത്തൗട്ട് സർക്കംസെഷൻ ആണ്. എങ്ങനെയുണ്ട്? അതെന്തിനാണ് ദൈവം ഈ സർക്കംസെഷന് മുൻപ് തന്നെ അവനെ നീതീകരിച്ചത്? അതിന്റെ കാരണം പൗലോസ് പറയുന്നത്, അത് ഈ അവന്റെ സന്തതി രണ്ടുപേരും, അതായത് സർക്കംസൈസ്ഡും അൺസർക്കംസൈസ്ഡും, യഹൂദനും ജാതിയും എല്ലാം അബ്രഹാമിന്റെ മക്കൾ എന്ന് വരാൻ വേണ്ടിയാണ്. 11 വാക്യം പറയാണ്, അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം. അതായത് സർക്കംസിഷന് മുൻപ് തന്നെ എബ്രഹാം വിശ്വസിച്ചു, നീതിയും മേടിച്ചു. അപ്പൊ നമുക്ക് എന്ത് മതി? നീതി ലഭിക്കാൻ എന്തിന്റെ ആവശ്യമില്ല? സർക്കംസൈസ്ഡ് പാർട്ടി ആകേണ്ട ആവശ്യമില്ല. വിശ്വാസത്താൽ മാത്രമാണ് എബ്രഹാം നീതീകരിക്കപ്പെട്ടത്. അതുപോലെ വിശ്വാസത്താൽ ആരെല്ലാം നീതീകരിക്കപ്പെടുമോ അവർക്കെല്ലാം എബ്രഹാം പിതാവാണ്. 12 വാക്യം പറയാണ്, പരിച്ഛേദന മാത്രമുള്ളവരല്ല നമ്മുടെ പിതാവായ എബ്രഹാമിന് അഗ്രധർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിന് തന്നെ. എന്ന് പറഞ്ഞാൽ അവന് സർക്കംസിഷന് മുൻപ് ദൈവം ദാനമായി നൽകിയ ആ വിശ്വാസം തന്നെ ഉള്ളവർക്ക് കണക്കിടപ്പെടേണ്ട നീതി. 13 വാക്യം പറയാം, ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം എബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്യം. കാരണം ന്യായപ്രമാണമൊക്കെ പിന്നീട് ഒത്തിരി നാൾ കഴിഞ്ഞാൽ വന്നത്. മോശയുടെ കാലത്താണ് ന്യായപ്രമാണം വരുന്നത്. അതിനു മുമ്പ് തന്നെ നീതി വന്നായിരുന്നു. ഓക്കെ, ഇനി നോക്കിക്കേ, ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം എബ്രഹാമിന് തന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാൽ അത്രേ ലഭിച്ചത്. അടുത്ത വാക്യം പറയാണ്, എന്നാൽ ന്യായപ്രമാണം ഉള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അബ്രഹാമിന് കൊടുത്ത പരിച്ഛേദന ഇല്ലാത്ത സമയത്ത് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം അല്ല, അതിന് വർഷങ്ങൾക്ക് ശേഷം വന്ന ന്യായപ്രമാണമാണ് നീതിക്ക് ആധാരമെന്ന് നിങ്ങൾ പറഞ്ഞാൽ എബ്രഹാം വിശ്വസിച്ചത് വെറുതെ ആവും അല്ലെ? എബ്രഹാം വിശ്വസിച്ചത് വെറുതെ ആവും, അവന് ദൈവം കൊടുത്ത വാഗ്ദത്വവും വെറുതെ ആവും. അതുകൊണ്ട് പ്രവൃത്തി കൂടാതെ കണക്കിടപ്പെടുന്ന നീതിയെക്കുറിച്ചാണ്, ന്യായപ്രമാണം കൂടാതെ കണക്കിടപ്പെടുന്ന നീതിയെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 15 വാക്യം പറയാണ്, ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ന്യായപ്രമാണം എന്തിനാണെന്നറിയാം? എന്തിനാ? ദൈവത്തിന് എന്തുമാത്രം കോപം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാ. ആർക്കുള്ളതാ ന്യായപ്രമാണം? കർത്താവ് പറഞ്ഞു,
സ്ത്രീയെ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചപ്പോൾ മോശ ഇങ്ങനെ ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് മോശ അങ്ങനെ പറഞ്ഞത്. അപ്പൊ മോശയുടെ ന്യായപ്രമാണം നൽകപ്പെട്ടിരുന്നത് സോഫ്റ്റ് ഹാർട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ആയിരുന്നില്ല, കഠിന ഹൃദയമുള്ളവർക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. കഠിന ഹൃദയന്മാരുടെ പറഞ്ഞതാ. കാരണം എന്താണെന്നറിയോ? ഇവന്മാർ ഒരു പല്ല് പോയി കഴിഞ്ഞാൽ ഇവന്മാർ ചെന്നിട്ട് പറയും എന്റെ ഒരു പല്ല് നീ എടുത്തല്ലേ നിന്റെ 32 പല്ല് ഞാൻ പറിക്കും. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി മോശ പറഞ്ഞു, എടാ ഒരു പല്ലല്ലേ എടുത്തുള്ളൂ, നീയും പോയി ഒരു പല്ലെടുത്തോ. ഇതാണ് കഠിന ഹൃദയന്മാരോടുള്ള കൽപ്പന. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 6-ാം വാക്യം. ആർക്കുള്ളതാണ് ന്യായപ്രമാണം? 6-7 ഞാൻ വായിക്കാം. ഒന്നാം അധ്യായം 7-ാം വാക്യം. ഓക്കെ, 6-ാം വാക്യം. ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. ഇപ്പൊ ഒരാൾ പറയാണ്, ഓക്കെ, ഇതെങ്ങനെ ധർമ്മോപദേഷ്ടാക്കന്മാരുടെ പ്രശ്നം എന്താന്ന് പറയാം. ആരാണ് ധർമ്മോപദേഷ്ടാക്കന്മാർ? ഞാനിപ്പോ നിങ്ങളോട് പറയാണ്, സഹോദരനെ സ്നേഹിച്ചില്ലെങ്കിൽ നീ നരകത്തിൽ പോകും. ശരിയാണോ തെറ്റാണോ? ഒന്ന് കൈപൊക്കിക്കേ. ശരിയാണോ തെറ്റാണോ? ശരിയല്ലേ? ശരിയാ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങളുടെ ഒരു അയൽവക്കക്കാരനെ മനസ്സിൽ സങ്കല്പിച്ചു നോക്കി, നിങ്ങൾക്ക് അയാളുടെ സ്നേഹമുണ്ടോ? ഓക്കെ, ഉണ്ടെന്ന് ഉത്തരം വന്നല്ലോ. കാരണം നമ്മളെല്ലാം പെന്തിക്കോസ്തുകാരായതുകൊണ്ട് ഉണ്ടെന്നും പറഞ്ഞേ പറ്റൂ. അടുത്ത ചോദ്യം, എത്ര പെർസെന്റ് ഉണ്ട്? 5%, 50%, 70%? ഒരു കാര്യം ഉറപ്പാ, 0 അല്ല 100 അല്ല. ഇതിനിടയ്ക്ക് എവിടെയുള്ള ഒരു പെർസെന്റേജ് ആണ് നമ്മുടെ സ്നേഹം. സ്വർഗത്തിൽ പോകാൻ ക്വാളിഫയിങ് എത്രയാ? 25, 40, 100? എല്ലാം പോക്കാ. ഈ ധർമ്മോപദേശം പറയുന്നവന് ആ കുട്ടൻസ് അറിയത്തില്ല. ചുമ്മാ പറഞ്ഞാൽ മതി, പിണങ്ങിയിരിക്കരുത്, സ്നേഹിക്കണം, ക്ഷമിക്കണം. പക്ഷെ നടക്കണ്ടേ? ഇത് വലിയൊരു ആശ്വാസമായില്ലേ ഇന്ന്? ആശ്വാസമൊന്നും അല്ല, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. നമ്മൾ ഈ കോലത്തിലൊന്നും കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകില്ല. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല സ്വർഗത്തിൽ പോകുന്നത്. അത് നമ്മുടെ പ്രത്യാശ. ഞാൻ ഈ പറയുന്നതുകൊണ്ട് നിങ്ങളുടെ പ്രത്യാശ ഇല്ലാതായി പോകരുത് കേട്ടോ. കാരണം ദൈവം ആ പ്രത്യാശ ഉറപ്പിക്കുന്നതിന് ദൈവത്തിന് വേറൊരു വഴിയുണ്ട്. ആ വഴിയാണ് നമ്മൾ ഉറക്കേണ്ടത്. ആ വഴിയിൽ നമ്മൾ ഉറച്ചെങ്കിൽ മാത്രമേ നമ്മൾ വിശ്വാസികളാവുള്ളൂ. അപ്പൊ ഈ ധർമ്മോപദേഷ്ടാക്കന്മാർക്ക് എന്താണ് പഠിപ്പിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ നന്നാവണം, നന്നായില്ല, വിശുദ്ധരാകണം, കേട്ടിട്ടുണ്ടോ? വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നരകത്തിൽ പോകും. പക്ഷെ കൽപ്പന എന്താണെന്നറിയോ? എന്റെ പിതാവ് വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ എല്ലാവരും വിശുദ്ധരായിരിക്കണമെന്ന്. അവിടെയാണ് ചുറ്റുന്നത്. കർത്താവ് പറയാം, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ, ജസ്റ്റ് ആസ് ഐ ആം ഹോളി. There's only one standard in heaven. That's the standard of Christ. Nothing else is acceptable. ഇടറിയോ? അപ്പൊ ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കുന്നവർക്ക് എന്താണ് സ്ഥാപിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ലേഖനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാ ലേഖനങ്ങളിലും, റോമാലേഖനം 1 മുതൽ 16 വരെയുള്ള നിങ്ങൾ ഭാഗം നോക്കിയാല് ആദ്യത്തെ 11 അധ്യായങ്ങൾ പത്യോപദേശവും 12ന്റെ പകുതി മുതൽ അങ്ങോട്ട് ധർമ്മോപദേശവും. എഫെസ്യ ലേഖനം നോക്കിയാൽ ആദ്യത്തെ 3 അധ്യായങ്ങൾ പത്യോപദേശമാണ്. 4, 5, 6 അധ്യായങ്ങൾ എങ്ങനെ ജീവിക്കണം, ധർമ്മോപദേശം. എബ്രായ ലേഖനം 1 മുതൽ 12 തീരുന്നത് വരെ പത്യോപദേശം. 12ന്റെ അവസാനത്തെ കുറച്ച് ഭാഗവും 13ന്റെ കുറച്ച് ഭാഗവും മാത്രമേ ഉള്ളൂ ധർമ്മോപദേശം. നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ധർമ്മോപദേശം ഉണ്ട്. സ്നേഹിക്കണം 100%. പക്ഷെ ഇത് പറയുമ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ ഈ പത്യോപദേശം ആദ്യം പഠിക്കണം. വിത്തൗട്ട് പത്യോപദേശം, ഡോക്ട്രിനൽ ടീച്ചിങ്, യു കനോട്ട് എൻറ്റർ ഇൻ ടു മോറൽ ടീച്ചിങ്. ഉപദേശങ്ങളുടെ പഠനമില്ലാതെ നമുക്ക്
ജീവിത പഠനം സാധിക്കില്ല. നിങ്ങൾ എങ്ങനെ കേട്ടിട്ടുണ്ടോ? ഉപദേശമൊന്നും അല്ല ബ്രദറെ കാര്യം, ജീവിതമാണ് കാര്യം. നോ, ദാറ്റ്സ് എ ലൈ. ശരിയായ ഉപദേശം ഇല്ലാതെ നമുക്ക് ശരിയായ ജീവിതത്തിൽ എത്താൻ പറ്റത്തില്ല. If the doctrine is not right, you cannot live a sanctified life. That's not possible. ഉപദേശ രൂപം കറക്റ്റായിട്ട് നമുക്ക് അപ്പോസ്തലിക ഉപദേശ രൂപം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കർത്താവ് ഉദ്ദേശിക്കുന്ന വിശുദ്ധീകരണം പ്രാപിക്കാനോ സ്വർഗത്തിൽ യേശു ക്രിസ്തുവിന്റെ തേജസ്സിലൂടെ കടന്നു ചെല്ലാൻ ഒന്നും പറ്റത്തില്ല. വി വിൽ ബി ഫെയിൽഡ് ക്രിസ്ത്യൻസ്, ഡിഫീറ്റഡ് ക്രിസ്ത്യൻസ്. ഒരു പാപത്തെയും ജയിക്കാത്ത, എന്നും പാല് കുടിക്കുന്ന, ആ തുടങ്ങിയതിനേക്കാൾ കഷ്ടമായ വിശ്വാസികളായിട്ട് നമ്മൾ അവശേഷിക്കും. ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ഡോക്ട്രിൻ ഓഫ് ദ അപ്പോസ്റ്റൽസ്. അപ്പൊ ഇതിനകത്ത് ചില ആശയക്കുഴപ്പങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ഉണ്ടാവും. അത് മുഴുവൻ പഠിച്ചു കഴിയുമ്പോൾ കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തെങ്കിലേ അത് ശരിക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഐ തിങ്ക് ഇത് നമ്മൾ ഒരിക്കൽ കേൾക്കുകയല്ല, ഇത് തുടർച്ചയായി നമ്മുടെ സഭകളിലെല്ലാം പ്രസംഗിക്കപ്പെടണം. റോമാലേഖനം നമ്മുടെ ലേഖനം തന്നെയാണല്ലോ അല്ലെ? ഓക്കെ, അടുത്ത വാക്യം പറയാം. ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ആഗ്രഹിക്കുന്ന തങ്ങൾ പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്ന ഇന്നതെന്നും ഗ്രഹിക്കുന്നില്ല താനും. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇവരെന്താ പറഞ്ഞു വരുന്നത് ഇവർക്ക് തന്നെ അറിയത്തില്ല. എന്തോരും ആകണം എന്നറിയത്തില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. എന്തോരും ആ ലിമിറ്റ്, സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന കട്ട് ഓഫ് ലിമിറ്റ് ഇല്ല. അതാ പ്രശ്നം. കർത്താവ് ആ ഒരു സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുള്ളൂ, ബി ലൈക്ക് ക്രൈസ്റ്റ്. അതിന്റെ പുറകെയുള്ള ഒന്നും സമ്മതിക്കാലെന്നാ കർത്താവ് പറഞ്ഞു. ഈ പ്രഭാഷണം മുഴുവൻ വായിച്ചിട്ട് കർത്താവ് പറയുന്നറിയോ? എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത് മാത്രമേ പോകുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്തെന്നറിയോ? ഈ രക്ഷ എത്ര കഠിനമാണെന്ന് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വേദപുസ്തകം, ആ പാപത്തിന്റെ ശക്തി എന്താണെന്നും എന്തുകൊണ്ട് നമ്മൾ എത്ര ശ്രമിച്ചാലും തോറ്റു പോകുന്നവരാണെന്നും, ശ്രമിക്കുന്നതനുസരിച്ച് കൗണ്ടർ ഫോഴ്സ്, നിങ്ങൾ കണ്ടോ കൗണ്ടർ ഫോഴ്സ് എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഈ ന്യൂട്ടന്റെ ചലന നിയമം, മൂന്നാം ചലന നിയമം അറിയോ? എന്തോ മൂന്നാം ചലന നിയമം? തേർഡ് ലോ ഓഫ് മോഷൻ. ടു എവറി ആക്ഷൻ there is an equal and opposite reaction. അതിന് മലയാളത്തിൽ പറഞ്ഞാൽ ഏതൊരു പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട്. ഇത് സത്യത്തിൽ ന്യൂട്ടൺ എവിടെ നിന്നാ കിട്ടിയെന്നറിയോ? ഗ്രാവിറ്റേഷൻ ലോ എവിടെ നിന്നാ കിട്ടിയെന്നറിയോ? പുള്ളി ഒരു മരത്തിന്റെ ചോട്ടി ഇരിക്കുമ്പോൾ ഒരു മരം വന്ന് തലയിൽ വീണെന്ന് ചിലർ പറയുന്നു, അടുത്ത വീണെന്ന് വേറെ ചിലർ പറയുന്നു. എന്തായാലും ഒരു മരത്തിൽ നിന്ന് ഒരു പഴം വീണ് കണ്ടിട്ടാണ് പുള്ളിക്ക് ശരിക്കും ഈ ഗ്രാവിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. പക്ഷെ ഏത് ഫോഴ്സിനും തുല്യവും വിപരീതമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് ന്യൂട്ടൺ അല്ല, ആദ്യം പറഞ്ഞ പൗലോസാ. നിങ്ങൾ എന്ത് നന്മ ചെയ്യാൻ ശ്രമിച്ചാലും അതിന്റെ ഓപ്പോസിറ്റ് അടിക്കുന്ന ഒരു പ്രവൃത്തി, നിങ്ങളുടെ ഒരു ജഡപ്രവൃത്തി നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഞാൻ പറയട്ടെ, എന്താന്ന് ഒരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങളെ രക്തദാനം ചെയ്യാൻ പോയി വിചാരിച്ചോ? ഈ PYPAക്കാർ 2-3 വർഷം മുമ്പ് അങ്ങനെ രക്തദാന ക്യാമ്പ് എന്ന് പറഞ്ഞ ഒരു പരിപാടി നടത്തിയാൽ, നിങ്ങൾ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയത്തില്ല, അതിനുശേഷം അവർ ചെയ്തോന്നും അറിയത്തില്ല. ഈ രക്തദാന ക്യാമ്പ് കൊടുത്തിട്ട് വരുമ്പോ എന്താ അവരുടെ മനസ്സിലെന്നറിയോ? അതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരെ പോലെ അവർ വരുന്നു. കാരണം അവർ ഒറ്റ രക്തദാനം കൊണ്ട് അവർ മാനസാന്തരപ്പെടാൻ പറ്റാത്തവരായിട്ട് മാറും. നമ്മൾ ഓരോ സൽപ്രവൃത്തി ചെയ്യുമ്പോഴും അത് പെർഫെക്റ്റ് ആവുന്നുമില്ല. എന്നാൽ നമ്മൾ പാപികളാന്നുള്ള ഫീലിംഗ് അങ്ങ് പോയിട്ട് അത്രയും കഠിന ഹൃദയം നമുക്കുണ്ട്. എനിക്ക് പല സമയത്തുണ്ട്, ഞാൻ തുറന്നു പറയുന്നില്ല, തുറന്നു പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുള്ളതുകൊണ്ട്, ഈ നന്മ ചെയ്തിട്ട് കൗണ്ടർ ഫോഴ്സ് ആയിട്ട് മാനസാന്തരപ്പെടാൻ പറ്റാത്ത അവസ്ഥ ഞാൻ കുരുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നെ പുകഴ്ത്താൻ തുടങ്ങും, ആരിങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ഇങ്ങനെയൊക്കെ ഇക്കാലത്ത് ആരെങ്കിലും ചെയ്യുമോ എന്ന് ആരെങ്കിലും ചോദിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയാനുമില്ല. പിന്നെ എനിക്ക് മാനസാന്തരപ്പെടാനേ പറ്റത്തില്ല. ഇപ്പൊ എത്ര നമ്മൾ ചെയ്താലും നമ്മുടെ ഹൃദയം കഠിനമാവോ? കാരണം സൽപ്രവൃത്തികൾ ഉയരത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിലെ എന്ത് പ്രവൃത്തി തരും. ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഈ അമ്മമാര് മക്കളോട് പറയുന്ന കേട്ടിട്ടുണ്ടോ? നിന്നെയൊക്കെ 10 മാസം ചുമന്ന് ഞാൻ വളർത്തി തന്നു. ആ വളർത്തിയതിന്റെ കൗണ്ടർ ഫോഴ്സ് ആണ് ഇപ്പൊ മകന്റെ നേരെ തിരിഞ്ഞേക്കുന്നത്. ഇപ്പൊ മകൻ ചോദിക്കും, ഞാൻ പറഞ്ഞായിരുന്നോ എന്നെ 10 മാസം വളർത്തി? നിങ്ങൾ എന്ത് സൽപ്രവൃത്തി ചെയ്താലും അതിന്റെ ഒരു കണക്ക്, ഒരു അക്കൗണ്ട് ഞാൻ ചെയ്തതാ. അവനെ ഞാൻ എന്തോ ഒരു സപ്പോർട്ട് ചെയ്താന്നറിയോ? അതിന്റെ കൗണ്ടർ ഫോഴ്സ് എനിക്ക് ഇനിയിപ്പോ ഒരു ആശ്വാസം നമ്മൾ തരണം. എതിർശക്തി ഭയങ്കര സ്ട്രോങ് ആ. ഇത് ആദ്യം കണ്ടുപിടിച്ചത് പൗലോസ. പിന്നെയാണ് പ്രിയ സഹോദരങ്ങൾ, ഈ ശാസ്ത്രം കണ്ടുപിടിക്കുന്ന എല്ലാം ഈ നിത്യമായ സത്യങ്ങളുടെ ചില പ്രതിഫലനങ്ങൾ മാത്രമേ ഉള്ളൂ.
ഞാൻ ഇതും ചുമ്മാ വ്യാഖ്യാനിച്ച് കണ്ടുപിടിച്ചല്ല. നമ്മുടെ റോമാലേഖനം 7-ാം അധ്യായത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ ബുദ്ധി എന്ത് ചെയ്താലും അതിനോട് പോരാടുന്ന, എതിരെ നിൽക്കുന്ന ഒരു ശക്തി എന്റെ അവയവങ്ങളിൽ വന്ന് അതിനെ തോപ്പിച്ച് കളയുക. സീറോ എഫക്ട്, സീറോ സം ഗെയിം. അങ്ങോട്ട് 10 പോയിന്റ് അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ അതിന് തുല്യവും വിപരീതവുമായ ഒരെണ്ണം വന്ന് സീറോ ആക്കി തരും. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ നമ്മളെ രക്ഷിക്കണമെങ്കിൽ ദൈവം ഒരു ഭയങ്കര കരുണ നമ്മളോട് കാണിക്കണം. അതാണ് റോമാലേഖനം 4-ാം അധ്യായം. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 1 തീമോഥെയോസ് 1-ന്റെ ന്യായപ്രമാണമോ ഈ ധർമ്മോപദേഷ്ടാക്കന്മാർ ആരുടെ അടുത്താ പോകണ്ടെന്നറിയോ? നീതിമാനോടല്ല അവർ സംസാരിക്കേണ്ടത്. അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ. എനിക്കിത് മുഴുവൻ വായിക്കാൻ ഇഷ്ടമില്ല, കുറെ ഉണ്ട്. അവസാനത്തെ വായിക്കാം. ബോഷ്ക്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനും അത്രേ വെച്ചിരിക്കുന്നത്. ഞാനിതൊന്നും വിശദീകരിക്കാൻ എനിക്ക് ഷെയറിംഗ് ഓപ്ഷൻ വേണം. 1 മിനിറ്റ് എന്നെ ഒന്ന് ഷെയർ ചെയ്യാൻ സമ്മതിക്കാമോ? ഓക്കെ, താങ്ക് യു. നമുക്ക് ഈ പത്യോപദേശവും ധർമ്മോപദേശവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ധർമ്മോപദേശം എവിടെ വർക്ക് ചെയ്യുന്നത്, പത്യോപദേശം എവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു ലൈൻ ഞാനിവിടെ വരച്ചു. നേരെ വരയ്ക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നടന്നില്ല. ഇവിടെ നേരെ ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന സോഷ്യൽ മൊറാലിറ്റി. ഈ ലൈനാണ്. ഈ ലൈൻ നമ്മൾ വളരെ വിശദമായിട്ട് പിന്നീട് കാണും. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനായത്. ഈ സോഷ്യൽ മൊറാലിറ്റിയുടെ താഴെ പോകുന്ന വിഷയങ്ങൾ: കൊലപാതകം, മോഷണം, വഞ്ചന, കള്ളം പറയൽ, വ്യഭിചാരം, ഇങ്ങനെയുള്ള തട്ടിപ്പ്, കപടഭക്തി, ഇതെല്ലാം മനുഷ്യർക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത സാധനങ്ങളും സമൂഹത്തിന്റെ മൊറാലിറ്റിക്കും താഴെയുള്ള കാര്യങ്ങളുമാണ്. സമ്മതിച്ചല്ലോ? ഇങ്ങനെയുള്ളിടത്താണ് മോറൽ ടീച്ചിങ്, മോശയുടെ ടീച്ചിങ്സ്. കൊല ചെയ്യരുതടാ, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. ഇതാരോടാ? ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ശരിക്കും ദുബായിൽ വന്നു എന്ന് വിചാരിച്ചു. പാസ്റ്ററുടെ വീട്ടിൽ താമസിക്കാമെന്ന് വിചാരിച്ചു. അപ്പോ 15 ദിവസം കഴിഞ്ഞ് ഞാൻ പോരാൻ നേരത്ത് പാസ്റ്റർ പറയാണ്, ഇവിടുന്ന് പോകുന്നൊക്കെ കൊള്ളാം, ഇവിടെ വിലയേറിയ പല സാധനങ്ങളും ഉണ്ട്, അതൊന്ന് എടുത്തോണ്ട് പോയേക്കരുത് എന്നോട് പറഞ്ഞാൽ എനിക്ക് എന്തു തോന്നും? മോഷ്ടിക്കരുതെന്നല്ലേ പറഞ്ഞോളൂ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ആ കൽപ്പന എന്നോടല്ലായിരുന്നു പറയേണ്ടത്, അത് സോഷ്യൽ മൊറാലിറ്റിക്ക് താഴെയുള്ളവർക്കായിരുന്നു പ്രയോജനം ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ശരിയാണോ? ഇനി ദൈവത്തിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവർ ഈ സോഷ്യൽ മൊറാലിറ്റിയുടെ ഈ ഹൈവേ കൂടെ അല്ല പോകുന്നത്. അവരുടെ നീതി പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയുന്ന, സോഷ്യൽ മൊറാലിറ്റിക്ക് വളരെ ഉയരത്തിലുള്ള, കൊലപാതകം പോയിട്ട് ഹൃദയത്തിൽ കയ്പ് പോലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഇവർക്കുള്ളത് പത്യോപദേശമാണ്. ഈ പത്യോപദേശത്തിന് വിപരീതമായത് എന്തുണ്ടോ അവർക്കുള്ളതാണ് ധർമ്മോപദേശം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ചർച്ചിൽ നിന്ന് കുറച്ച് ആൾക്കാർ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്നു വിചാരിച്ചു, ഇന്ത്യയിൽ എവിടെയെങ്കിലും, അല്ല ഏതെങ്കിലും ഒരു വീട്ടിൽ പോവാ ഒരാളെ കാണാൻ വേണ്ടി. അപ്പൊ പാസ്റ്റർ പറയാണ്, വീട്ടിൽ പോകുന്നൊക്കെ കൊള്ളാം, അവിടുന്ന് വിലയേറിയ സാധനങ്ങളൊന്നും അടിച്ചോണ്ട് പോരല്ലേ, അവിടുത്തെ സ്ത്രീകളോടൊക്കെ മാന്യമായിട്ട് പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് വിടേണ്ട അവസ്ഥ ഉണ്ടായാൽ ആ സഭയുടെ ഗതി എന്തായിരിക്കും? സോഷ്യൽ മൊറാലിറ്റിയുടെ താഴെ അവർ ജീവിക്കുന്നതിന്റെ അർത്ഥം. അപ്പൊ ശരിക്കും ധർമ്മോപദേശം എന്ന് പറയുന്നത് ഇത് സ്ലിപ്പാകുന്നവർക്കാണ്, കഠിന ഹൃദയമുള്ളവർക്ക് ആണ് പ്രയോജനപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ തിരിച്ച് റോമാലേഖനത്തിലേക്ക് തന്നെ വരാം.
4-ാം അധ്യായം 7-ാം വാക്യം. അല്ല, നമ്മൾ 14-ാം വാക്യം. ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ, ന്യായപ്രമാണത്താലാണ് അവകാശം വന്നതെങ്കിൽ എബ്രഹാമിന്റെ സന്തതിക്ക് മുഴുവനുള്ള വാഗ്ദത്തം വെറുതെ ആയിപ്പോകും. എബ്രഹാമിന്റെ മകനായ, ഇസാക്കിന്റെ മകനായ, യാക്കോബിന്റെ മകനായ, യോസേഫിന്റെയും മക്കളുടെ, അവരുടെ എല്ലാം, യാക്കോബിന്റെ 12 മക്കളുടെയും പിന്നെ മക്കളുടെ 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 കാലത്താണ് ന്യായപ്രമാണം വരുന്നത്. ന്യായപ്രമാണത്തിലുള്ളവർക്ക് മാത്രമാണ് ഈ വാഗ്ദത്തങ്ങളെങ്കിൽ അതിന് മുൻപുള്ള തലമുറയോടെല്ലാം ദൈവം വാഗ്ദത്ത നിവൃത്തി കാണിച്ചില്ല എന്ന് വരും. വിശ്വാസത്താൽ കൊടുത്ത വാഗ്ദത്തം വെറുതെ ആയി എന്നും വരും. എങ്ങനെയുണ്ട്? എന്ത് ബ്യൂട്ടിഫുൾ ആർഗ്യുമെന്റ് അല്ലേ പൗലോസിന്റെ! എത്ര ബുദ്ധിയോടെയാ പൗലോസ് അത് പറഞ്ഞേക്കെന്ന് നോക്കി. 15-ാം വാക്യം പറയാണ്, ന്യായപ്രമാണം കോപത്തിന് ഹേതുവാകുന്നു, ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവുമില്ല. അത് ഞാൻ ആ പടം വരച്ചപ്പോൾ മനസ്സിലായി കാണും. ന്യായപ്രമാണം എവിടെ വർക്ക് ചെയ്യുന്നോ അവിടെ എല്ലാം കോപത്തിന്റെ ഒരു കാരണമുണ്ട്. കാരണം ന്യായപ്രമാണം എന്തിനാ ദൈവം തന്നത്? ന്യായപ്രമാണം ആത്മീകമാണ്, ദൈവം തന്നതാണ്. അത് തന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലുള്ള ജഡപ്രവർത്തനങ്ങളുടെ മാർക്ക് എത്ര ഉണ്ടെന്ന് കാണാൻ വേണ്ടിയാ. ഒരു എക്സാമ്പിൾ ഞാനത് വിശദമാക്കാം. ഞാനത് പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞതാ. നമ്മളെല്ലാം പരീക്ഷയ്ക്ക് തോറ്റു. നമ്മൾ വിചാരിച്ചിരുന്ന 32 മാർക്കുണ്ട്, പക്ഷെ ന്യായപ്രമാണം കാണിച്ചു തരും 0 ഉള്ളൂ എന്നുള്ള കാര്യം. ന്യായപ്രമാണം അബ്സല്യൂട്ട്ലി ബ്രേക്സ് അസ്. അത് ബ്രേക്ക് ചെയ്ത് നമ്മുടെ പാപം കാണിച്ചു തരാനുള്ള സാധനമാണ്. ദൈവ കോപത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് ന്യായപ്രമാണം. അത് ആവശ്യമാണോ? അത്യാവശ്യമാണ്. കാരണം ഇന്ന് മാനസാന്തരമാണ് നമുക്ക് ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണം ദൈവം ഉപയോഗിക്കുന്നത് തന്നെ മനുഷ്യരെ ക്രിസ്തു എന്ന പെർഫെക്ഷനിലേക്ക് എത്തിക്കുന്ന ശിശുപാലകൻ. അവരെ മാനസാന്തരപ്പെടുത്തി ശിശുപാലകൻ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിന്റെ അടുത്തേക്ക് എത്തിക്കുന്നു. അത് തന്നെ യോഹന്നാൻ സ്നാപകൻ ചെയ്തത്. ന്യായപ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവിലേക്കുള്ള ലിങ്ക് ആയിരുന്നു യോഹന്നാൻ സ്നാപകൻ. അദ്ദേഹം പറഞ്ഞെന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. അപ്പൊ റിപ്പന്റൻസിലേക്ക് ആൾക്കാരെ നയിക്കാൻ വേണ്ടിയാണ് ന്യായപ്രമാണം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, 16-ാം വാക്യം പറയാണ്, അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ദൈവം ചെയ്യുന്നതെല്ലാം കൃപാദാനമാണ്. കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. അപ്പൊ അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്ന ആരാണ് ശരിക്കും? ആരൊക്കെ വിശ്വസിക്കോ അവരെല്ലാവരുമാണ്. എബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നോ അതേ വിശ്വാസമുള്ളവർ, അവരെയാണ് എബ്രഹാമിന്റെ മക്കൾ എന്ന് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികൾ ആകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും, ന്യായപ്രമാണം ഉള്ളവർക്ക് മാത്രമല്ല, എബ്രഹാമിന്റെ അതേ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. അപ്പൊ ദൈവത്തിന് മുഖോഷമില്ലാത്തതുകൊണ്ട് ആർക്കെല്ലാം എബ്രഹാമിന്റെ അതേ വിശ്വാസം ഉണ്ടോ അവരെല്ലാം എബ്രഹാമിന്റെ മക്കളാ. വേറൊരു ഭാഷയെ പറഞ്ഞാല്, ദൈവം എബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കി വെക്കുമ്പോൾ അവന്റെ ഉള്ളിൽ വളരെ വിശിഷ്ടമായ ഒരു വിശ്വാസത്തെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാകും. അബ്രഹാം അത് വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. അതേ വിശ്വാസം ദൈവം ആർക്കെല്ലാം കൊടുക്കുന്നു? അവരുടെ എല്ലാം അപ്പനായിട്ട് ഈ ഭൂമിയിൽ അബ്രഹാമിനെ വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരെയും നമ്മൾ ഭൂമിയിലുള്ള എല്ലാവരെയും നോക്കിയാൽ ആർക്കെല്ലാം എബ്രഹാമിന്റെ അതേ ഫെയ്ത്ത് ഉണ്ടോ അവരെല്ലാം സ്വർഗത്തിൽ പോകും. അവരെല്ലാം വാഗ്ദത്തം പ്രാപിക്കും ബൈ ഫെയ്ത്ത്. പക്ഷെ അത് എബ്രഹാമിന്റെ ഫെയ്ത്ത് തന്നെ ആണെങ്കിൽ, എബ്രഹാം സ്വന്തം മകനെ കൊടുക്കുന്ന ഒരു പ്രവൃത്തിയിലൂടെ പോയതുപോലെ ഒരു വിശുദ്ധീകരണത്തിലൂടെ നമ്മൾ കിടക്കും. ഇഫ് ദാറ്റ്സ് എ റിയൽ ജെനുവിൻ സേവിങ് എബ്രഹാമിക് ഫെയ്ത്ത്. അത് ദൈവം നമ്മളെ നടത്തുമെന്നുള്ള വിശ്വാസമാണ്. അതിന് ദൈവത്തിന്റെ റിസോഴ്സ് കൊണ്ട് അവൻ എന്നെ വിശുദ്ധീകരിക്കുമെന്നുള്ള വിശ്വാസമാണ്. ഓക്കെ, നമ്മൾ 17-ാം വാക്യം കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനുള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി. അപ്പൊ ദൈവത്തിന്റെ 2 സ്വഭാവങ്ങളാണ് അബ്രഹാം വിശ്വസിച്ചത്. ഒന്ന്, ഇസ്ഹാക്ക് മരിച്ചു പോയാലും ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ട് തരും. മറ്റൊന്ന്, ഇനി എഴുന്നേൽപ്പിച്ചു കൊണ്ട് തന്നില്ലെങ്കിലും ദൈവം ഇല്ലാത്തതിൽ നിന്ന് എനിക്ക് മക്കളെ വിളിച്ചു കൊണ്ടുവരും. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനിൽ വിശ്വസിച്ചു. അപ്പൊ ഇസ്ഹാക്ക് പോയാലും കുഴപ്പമില്ല, സന്തതി ദൈവം തരാതിരിക്കില്ല, കാരണം വാഗ്ദത്തമാണ്. ഉറച്ചു വിശ്വസിക്കുന്നു, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ സാധിക്കും. അത് എന്റെ റിസോഴ്സ് ആവശ്യമില്ല, എന്റെ മോൻ പോയാലും കുഴപ്പമില്ല, അവന് പുനരുത്ഥാനത്തിലൂടെ തിരിച്ചു തന്നെ വേണമെങ്കിലും ദൈവത്തിന് നിറവേറ്റാം. ഇനി അതല്ല,
ഇല്ലാത്തടത്ത് നിന്നാ പിടിച്ചോളാം മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണമെങ്കിൽ ദൈവത്തിന് സാധിക്കും. അങ്ങനെ വിശ്വസിച്ചു. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന്. അപ്പൊ നമ്മൾ എന്ത് വിശ്വസിക്കണം? എബ്രഹാം എന്ത് വിശ്വസിച്ചോ അത് തന്നെ വിശ്വസിക്കണം. അപ്പൊ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കണം. ഇല്ലാത്തതിനെ, ഒരു റിസോഴ്സും ഇല്ലാത്തടത്ത് ദൈവത്തിന് വിളിച്ചു വരുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കണം. മീൻസ് വാട്ട്സ് ഇമ്പോസിബിൾ ഫോർ മാൻ ഈസ് പോസിബിൾ ഫോർ ഗോഡ് എന്ന് വിശ്വസിക്കണം. അപ്പൊ രക്ഷയ്ക്ക് ആധാരമായ രണ്ട് വിശ്വാസങ്ങൾ, ഒന്ന് പുനരുത്ഥാനത്തിലുള്ള വിശ്വാസവും മറ്റൊന്ന് ദൈവത്തിന് ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കാനുള്ള ശക്തിയിലുള്ള വിശ്വാസവും. അവൻ നമുക്കെല്ലാവർക്കും ആകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 18-ാം വാക്യം പറയാണ്, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് ഞാൻ അരുളി ചെയ്തിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇത് ആശയ്ക്ക് വിരോധമായ ആശ. ഗലാത്യ ലേഖനത്തിൽ പറയുമ്പോൾ ഈ സന്തതിയെ കുറിച്ച് പറയുന്ന ഒരൊറ്റ ആളായിട്ടാ അല്ലെ? സന്തതികളെന്നല്ല, സന്തതി എന്നാ പറഞ്ഞിരിക്കുന്നത്, ക്രൈസ്റ്റ്. അപ്പൊ എബ്രഹാമിന്റെ സന്തതി ആരാ? ക്രിസ്തുവാ. എബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ മകനായ അല്ലെ, അങ്ങനല്ലേ, യേശു ക്രിസ്തുവിന്റെ വംശാവലി. എബ്രഹാമിന്റെ മകൻ. ശരിക്കും എബ്രഹാമിന്റെ മകൻ ആരാ? യേശുവാ. യേശു എന്ന് പറയുമ്പോൾ ക്രിസ്തു മാത്രമല്ല, അവനിൽ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മളെല്ലാവരും. അപ്പൊ യേശുക്രിസ്തു എന്ന സന്തതിയിലൂടെ എബ്രഹാം ബഹുജാതികൾക്ക് പിതാവായി മാറി. സർക്കംസിഷനാൽ അല്ലാത്ത വിശ്വാസത്താലുള്ള അവകാശം ബഹുജാതികൾ പ്രാപിച്ചു. അത് എബ്രഹാമിന് നേരത്തെ അറിയാമായിരുന്നു. എബ്രഹാം തന്റെ പുത്രനെ അർപ്പിക്കുമ്പോൾ രണ്ട് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്ന ദൈവം, അത് ഇസ്ഹാക്കിന്റെ കാര്യത്തിൽ തന്നെയാണ്. എന്നാൽ രണ്ടാമത്തെ കാര്യം, ഇല്ലാത്തടത്ത് നിന്ന് വിളിച്ചു വരുന്ന ദൈവം. അങ്ങനെ വിളിച്ചു വരുത്തി ദൈവം കൊടുത്ത മക്കളാണ് നമ്മൾ. അവകാശികൾ അല്ലാതിരുന്നവർ, ജഡപ്രകാരം സന്തതികൾ അല്ലാതിരുന്നവർ, അന്യന്മാരായ നമ്മളെ എബ്രഹാമിന് മക്കളായി കൊടുത്ത് ഇല്ലാത്തടത്ത് നിന്ന് വിളിച്ചു കൊടുക്കുന്നത് പോലെ ആണ്. ഓക്കെ, ഇനി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് 19-ാം വാക്യത്തില്. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകൊണ്ട് തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഓക്കെ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തൻ. എനിക്ക് വയസ്സ് 100ആയി, എന്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജീവമായി, ഇനി ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് അസാധ്യമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവൻ വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കാൻ ശക്തനാണ്. അതിന് എബ്രഹാമിന്റെ ശക്തി ആവശ്യമില്ല. നേരത്തെ ഒരു പണി പറ്റിപ്പോയതാണ് എബ്രഹാമിന്റെ ശക്തി നോക്കിയിട്ട്. ഇപ്പൊ എബ്രഹാമിന് അത് വിശ്വാസമായി. ഇനി ദൈവത്തിന്റെ ശക്തി അല്ലാതെ വേറൊന്നും ഇതിന് വാഗ്ദത്ത നിവൃത്തിക്ക് ആവശ്യമില്ല. അപ്പൊ ഞാനും വിശ്വസിക്കുന്നു, എന്റെ റിസോഴ്സിനാലല്ല, ക്രിസ്തുവിന്റെ റിസോഴ്സിനാൽ അവൻ എനിക്ക് വാഗ്ദത്തം തന്ന രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എന്നെ നടത്തുവാൻ അവൻ ശക്തനാണ്. ഹി വിൽ ഡു ഇറ്റ്. അത് എബ്രഹാമിന്റെ വിശ്വാസം. 23-ാം വാക്യത്തിൽ പറയാണ്, അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്ന അവനെ മാത്രം വിചാരിച്ചല്ല, നമ്മെ വിചാരിച്ചും കൂടി ആവുന്നു. ഇനി 2 വാക്യങ്ങൾ. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഫൗണ്ടേഷൻ. പുതിയ നിയമ വിശ്വാസം. എന്താണ് പുതിയ നിയമത്തിൽ നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസം? ഈ വിശ്വാസം നമ്മൾ കുറച്ചുകൂടെ വിശദമായിട്ട് 6-ാം അധ്യായത്തിൽ കാണും. 5-ന്റെ അവസാനം 6. യേശുവിന്റെ മരണ പുനരുത്ഥാനങ്ങളിലുള്ള വിശ്വാസമാണ്. 24-ാം വാക്യം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു. ശ്രദ്ധിക്കണം, എന്താ വിശ്വസിക്കേണ്ടത് രക്ഷിക്കപ്പെടാൻ? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളത് തന്നെ. അപ്പൊ ഒരു ചോദ്യം വരുന്നത്, ഷെയറിംഗ് ഓപ്ഷൻ ഉണ്ടോ ഇപ്പോൾ? ഓക്കെ, ഒരു നിമിഷം നമുക്കൊന്ന് നോക്കാം. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം, മരണം, പുനരുത്ഥാനം. ഈ മരണം എന്തിനു വേണ്ടിയായിരുന്നു? നമ്മുടെ അതിക്രമങ്ങൾ നമുക്ക് പകരം. കാരണം മരിക്കേണ്ടത് ശരിക്കും ആരാ? നമ്മളാ.
അപ്പൊ യേശുക്രിസ്തു മരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം, ബിക്കോസ് ഓഫ് us, നമ്മൾ കാരണം. അപ്പൊ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരിച്ചു. When I look unto Christ, he is on the cross. ഞാൻ ക്രൂശിൽ അവനെ കാണുന്നു. എങ്ങനെ കാണുന്നു? ഞാൻ മരിച്ചു കിടക്കേണ്ട സ്ഥാനത്ത് കിടക്കുന്നു. ചേസ് എന്ന് പറയുന്ന ഞാൻ മരിച്ചു കിടക്കേണ്ട സ്ഥാനത്ത് ആര് കിടക്കുന്നു? ക്രിസ്തു കിടക്കുന്നു. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസത്തിന്റെ ഒന്നാം ഭാഗം. രണ്ടാം ഭാഗം, അവനെ നമ്മുടെ നീതീകരണത്തിനായി. ഈ നീതീകരണം എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചോ? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമാണ് മരിച്ചത്. അതിക്രമങ്ങളായിരുന്നു മരണത്തിന്റെ കാരണം. എന്നാൽ പുനരുത്ഥാനത്തിന്റെ കാരണം എന്താണെന്നറിയോ? എന്തിനു വേണ്ടിയായിരുന്നറിയോ? നമ്മുടെ നീതീകരണത്തിന് വേണ്ടിയായിരുന്നു. ദാറ്റ് മീൻസ് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലാണ് നമുക്ക് നീതീകരണം ലഭിച്ചത്. ഇതെങ്ങനെയാണ് ഈ മെക്കാനിസം വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുവിനെ, 25-ാം വാക്യം, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ള. അപ്പൊ ആരിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഗോഡ് ദ ഫാദർ, who raised up Christ. Sorry to interrupt. ഹലോ, സോറി ടു ഇന്ററപ്റ്റ്. ഒരു കാര്യം പറയാനായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഈ വീഡിയോയിൽ ഇന്ന് കേൾക്കുന്നുണ്ട്. അപ്പം അതൊന്ന് ഇംഗ്ലീഷിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ നന്നായിരുന്നു. അത്രയും ഭാഗം. ഓക്കെ, ഏത് ഭാഗമാ ഇപ്പൊ പറഞ്ഞ ഭാഗമാ? അതെ അതെ, ഈ മരണവും പുനരുത്ഥാനവും. Alright, okay. So what are the two elements of Christian faith? One is that Jesus died because of our transgressions. Transgressions mean breaking of the law. Because we broke the law, we had to die as the result of divine punishment. But Jesus took that punishment and died in our place. So his death was in our place. So when we meditate Christ on the cross, we need to understand that I should have been there on the cross. I should have died because I was the sinner who deserved death. But Jesus decided, no, I will save them and I will die for their transgressions. So I have a substitute for me on the cross. Where I had to die, Christ died. എനിക്ക് ക്രൂശിൽ ഒരു പകരക്കാരൻ ഉണ്ടായിരുന്നു. Where I had to die, he died. അപ്പൊ ക്രിസ്തു എനിക്ക് പകരം മരിച്ചു because of my transgressions. Okay. And his resurrection was for my justification. I was declared righteous because of his resurrection. This was the point I was trying to explain. Now, in this verse we read, God the Father raised up Christ from the dead. നമ്മളിവിടെ വായിക്കുന്നത് പിതാവ് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്നാണ്. But you know, Jesus claimed 2 or 3 times that you destroy this temple, I will build it up in 3 days. Do you remember that? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം നശിപ്പിച്ചാൽ ഞാൻ 3 ദിവസം കൊണ്ട് ഇതിനെ പണിയും. അതിനർത്ഥം യേശു എന്താ പറഞ്ഞത്? ഐ വിൽ എന്നാ പറഞ്ഞു, അല്ലെ? കർത്താവ് വേറെടുത്ത് പറഞ്ഞു, എന്റെ ജീവനെ നൽകുവാനും തിരിച്ചെടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. So my question is, what happened after Christ died? Did the Father raise him up or he himself went up into heaven? പിതാവ് അവനെ എഴുന്നേൽപ്പിച്ചോ അതോ അവൻ തന്നെ എഴുന്നേറ്റ് പോയോ? Because he was God. യേശുക്രിസ്തു ദൈവമാണ്. അവൻ ഒരു മരണത്തിനും പൂട്ടിവെക്കാൻ പറ്റത്തില്ല. അവന് തന്നെ എഴുന്നേറ്റ് പോകാം. പക്ഷേ ബൈബിളിൽ അങ്ങനെ കർത്താവ് തന്നെ എഴുന്നേറ്റ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും when we are asked to confess our faith, not only here in Romans chapter 4, also in Romans chapter 10 verse 9, confession ഇങ്ങനെയാണ്, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു, പിതാവ് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കണം. That means we have to believe in the Father who raised Jesus Christ from the dead. അതെന്തുകൊണ്ടാണ് അങ്ങനെ?
Why is it like that? What's the problem if you believe Christ went up into heaven? He rose from the dead by himself. അങ്ങനെ വിശ്വസിച്ചാൽ our justification is not assured. അതെന്താണ് അതിന്റെ ഗുഡൻസ്? എന്താണ് അതിന്റെ ടെക്നിക്? യേശുക്രിസ്തു മരിക്കുമ്പോൾ അവൻ ദൈവമാണ് അല്ലെ? ദൈവമാണ്. He was always God. Some people contradict this and they say Jesus was not God when he died. No, his divinity will never be affected. He is immutable because he is always God. God cannot change his nature. He is immutable. When Christ died on the cross, that could not hold him. അവനെ മരണത്തിന് ഒരിക്കലും കീഴ്പിടിച്ച് വെക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ കർത്താവ് സ്വയം എഴുന്നേറ്റ് പോകുന്നില്ല എന്ന് വിചാരിച്ചു. ഇങ്ങനെ സങ്കല്പിച്ചു നോക്കി. He decided to wait upon the Father to raise him up. എന്തുകൊണ്ടാണെന്നറിയാം? Christ represented me on the cross. He was my high priest. He sacrificed his own body for my sake. ഏലിയാവ് യാഗം അർപ്പിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവം ആകാശത്ത് തീ ഇറക്കി ആ യാഗത്തെ അംഗീകരിച്ചല്ലേ? അപ്പോൾ യേശുക്രിസ്തു, when Jesus did a sacrifice for me on the cross, how would we know that Father approved that sacrifice? ദൈവം ആ സാക്രിഫൈസ് അപ്രൂവ് ചെയ്താൽ I am in. ദൈവം ആ സാക്രിഫൈസ് അപ്രൂവ് ചെയ്തില്ലെങ്കിൽ I am out. കാരണം എനിക്ക് വേണ്ടി. When Jesus died, Father said, come up, raise up my son. When he said that, not only Christ, I also rose up with him. ദൈവം അവനെ ഉയർപ്പിക്കുന്നതിലൂടെ എന്താ പിതാവ് പറഞ്ഞെന്നറിയോ? ചേസിനെ ഞാൻ നീതീകരിച്ചു. നീ അവന് വേണ്ടി മരിച്ചല്ലേ, അവന്റെ കാര്യം ഓക്കെ, യു കം അപ്പ് എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ his sacrifice for me was accepted. Do you believe it? When Jesus rose from the dead, I was accepted in heaven because that sacrifice was accepted by the Father, and because he rose from the dead, I am in. And God said, Father said, I accept Chase as my son because your sacrifice for him I have accepted. അപ്പൊ കർത്താവ് ആ യാഗത്തെ അംഗീകരിച്ചു, അവൻ ഉയർപ്പിച്ചു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം പിതാവിന്റെ മുമ്പിൽ ഞാൻ നീതിമാനായിട്ട് പോയി നിൽക്കുക. It's not my righteousness but Christ's righteousness, and he died for me. He rose from the dead. God the Father raised him up. When he raised him up, I was also risen in the spirit. By the eternal decree of God, he decided Chase also will rise up and sit with my son in the heavens. അതാണ് പുതിയ നിയമത്തിന്റെ കൺഫെഷൻ. 2 things in it. I died. ഇത് നമ്മൾ വിശദമായിട്ട് 6-ാം അധ്യായത്തിൽ കാണാം. ഡെത്ത് എന്ന് പറയുന്നത് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. I died. When Christ died, I died. ഞാൻ ശരിക്കും മരിക്കേണ്ടി വന്നില്ല, എനിക്ക് പകരം കർത്താവ് മരിച്ചു. കർത്താവ് മരിച്ചപ്പോൾ എനിക്ക് പകരം വരുന്നതുകൊണ്ട് സ്വർഗത്തിൽ അക്കൗണ്ട് ചെയ്തു, Chase is dead. It is like my father going and paying fees for me. അപ്പനന്മാര് പോയി ഫീസ് അടയ്ക്കുക പിള്ളേർക്ക് വേണ്ടി. ഞാൻ 4 പിള്ളേർക്ക് പോയി ഞാൻ ഫീസ് അടച്ചെന്ന് വിചാരിച്ചു. I paid fees for my 4 children. And the school authorities will issue a receipt. In whose name? My name? No, my children's name. The receipt will be in my children's name. Who paid the money? I paid the money. Who got the receipts? Children got the receipts. Jesus paid the amount on the cross. He died. But receipt I got. In heaven it is recorded, Chase Joseph died. Actually, who died? Christ died. And as a high priest, he represented me on the cross. And the Father accepted that. And when he was risen, I was also accepted as resurrected. I was also accepted as accepted. I was also accepted as a son. And you just believe you died with Christ and Christ rose from the dead and I will rise again. I don't belong here. I rose. I am sitting now with Christ in heavenly places. That's what Ephesians tells us as an assurance. Now, what happens if this happened? This is Abrahamic faith. Abraham believed in 2 things. We are also believing in 2 things. Resurrection and God's infinite grace to bring about things that do not exist. And chapter 4 leads to chapter 5.
I will just give an introduction before I close, because we will end with the first 2 verses of chapter 5. Chapter 5 of Romans says, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. That's a huge statement. Huge statement. Therefore, in English, that conjunction is there. Therefore, being justified by faith, we have peace with God through our Lord Jesus Christ. മലയാളത്തിൽ വായിക്കുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. പ്രവൃത്തിയാൽ വല്ലതും ആയിരുന്നേ ഒരു സമാധാനം ഉണ്ടാവില്ല. കാരണം ഒന്നാമത് ഇതിന്റെ പെർസെന്റേജ് എത്രയാണെന്ന് അറിയാൻ മേല, നമ്മുടെ മാർക്ക് എത്രയാണെന്ന് അറിയാൻ മേല, ദൈവത്തിന്റെ അടുത്ത് നിന്ന് അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയാൻ മേല, ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷെ ഇത് യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ച് എന്റെ പാപങ്ങളെ കവർ ചെയ്ത് എനിക്ക് പകരം ഉയർത്തെഴുന്നേറ്റ് അങ്ങനെ അതിൽ വിശ്വസിക്കുന്നവർക്ക് എബ്രഹാമിന് കൊടുത്തതുപോലെ ഒരു നീതി. എബ്രഹാമിന് നീതി കൊടുത്തിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് എബ്രഹാം നീതി പ്രവർത്തിച്ചത്. പക്ഷെ ആ വിശ്വാസം അവനിൽ നീതിയായി മാറുകയായിരുന്നു. took some time. പക്ഷെ ദൈവം അവനെ അന്നേ നീതിമാനെന്ന് വിളിച്ചു. കാരണം ഇത് PGക്ക് നമ്മളിപ്പോ MSCക്ക് ചേരാന്ന് വിചാരിച്ചോ, ആദ്യത്തെ ദിവസം തന്നെ സർട്ടിഫിക്കറ്റ് തരുമോ പാസ്. പിന്നെ ഈ 2 വർഷം കൊണ്ട് ദൈവം നമ്മളെ അടിച്ച് നേരപ്പാക്കി പാസ്സാക്കിയിടും. That's what faith is. അവിടെ ഒറ്റ കാര്യം നമ്മൾ പറയുന്നത്, വിശ്വാസത്തിൽ തന്നെ ആണോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇഫ് യു ആർ ഇൻ ഫെയ്ത്ത്, ദ റിയൽ ജെനുവിൻ ഫെയ്ത്ത്. നമ്മൾ വെള്ളിയാഴ്ച സംസാരിച്ചപ്പോൾ ഞാൻ ജെനുവിൻ ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞത് എന്റെ ഓർമ്മ. എനിവേ, when we are discussing chapter 6, we will consider more of that, more of genuine faith and fake faith. നമുക്ക് ജെനുവിൻ ഫെയ്ത്തിൽ തന്നെ ആണോ എന്ന് നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തണം. കാരണം ഇഫ് വി ആർ ഇൻ ദാറ്റ് ജെനുവിൻ ഫെയ്ത്ത്, വി വിൽ ഓൾവേസ് ബി റിഫ്ലക്ടിങ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ നേടാനുള്ളതാണ് ആ ഫെയ്ത്ത്. ഇവിടെ പറയാണ്, ഓ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടുകൊണ്ട് പിതാവിന്റെ അടുത്ത് സമാധാനം, പ്രവൃത്തിയാലായിരുന്നെങ്കിൽ ഒരു ഇടപാട് എത്തിയാൻ പോയി. ബട്ട് ഗോഡ് ഗേവ് മീ സച്ച് എ ഗ്രേസ്. അടുത്ത വാക്യം പറയാണ്, സമാധാനമുണ്ട്. എന്തുകൊണ്ട് സമാധാനമുണ്ട്? ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് ബൈ ഫെയ്ത്ത്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കും. അപ്പൊ നമ്മൾ വലിയ കൃപയിലാണ് നിൽക്കുന്നത്, അൺമെറിറ്റഡ് ഫേവർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ ഒരു മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ അവിടെ മെറിറ്റ് സീറ്റും ഉണ്ട്, പേയ്മെന്റ് സീറ്റും ഉണ്ട്, അല്ലേ? സ്വർഗത്തിലെ സ്ഥിതി എന്താണെന്നറിയോ? അവിടെ പേയ്മെന്റ് സീറ്റ് ഇല്ല. നോ പേയ്മെന്റ് സീറ്റ്. മെറിറ്റ് സീറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ മെറിറ്റ് സീറ്റിൽ ആകെ ഒരാളേ ഉള്ളൂ, ജീസസ് ക്രൈസ്റ്റ്. അനുസരണം പൂർത്തിയാക്കി, മാങ്ങ മുഴുവൻ തിന്ന്, ന്യായപ്രമാണം മുഴുവൻ പൂർത്തിയാക്കി, വള്ളി പുള്ളി ഇല്ലാതെ പൂർത്തിയാക്കി, അത് മരണം വരെയാണ് അനുസരിക്കേണ്ടത്. സ്നേഹിക്കണമെന്ന് ന്യായപ്രമാണം പറഞ്ഞായിരുന്നു. ദാറ്റ് വാസ് അണ്ടിൽ ഡെത്ത് എന്ന് തെളിയിച്ച് അത് കംപ്ലീറ്റ് ചെയ്ത് യേശുക്രിസ്തു മെറിറ്റിൽ 100 out of 100. ഇനി ബാക്കിയുള്ളത് മുഴുവൻ ലക്ഷക്കണക്കിന് ഗ്രേസ് സീറ്റ്സ് ആണ്. നമ്മുടെ കൃപക്കാര് പറഞ്ഞ ഗ്രേസ് അല്ല കേട്ടോ, അത് തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ കൃപ എന്ന് പറയാൻ പേടിയാ. കൃപ എന്ന് പറഞ്ഞാൽ ചില മുഖങ്ങൾ ഓർമ്മ വരും, അതുകൊണ്ട് ഇപ്പൊ അത് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ സുവിശേഷം കൃപയുടെ സുവിശേഷം തന്നെയാണ്. ഒരു ദിവസം ഞാൻ ഈ കൃപയുടെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ എന്നെ ഫോൺ ചെയ്തു, കൃപക്കാരൻ, മറ്റേ കൃപ, ഹൈപ്പർ ഗ്രേസ്. അവരെന്നെ ഫോൺ ചെയ്തു, നിങ്ങൾ ഞങ്ങളുടെ കൃപ എന്നുള്ള വാക്കെടുത്ത് ദുരുപയോഗം ചെയ്യുക. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വാക്കോ? നിങ്ങൾ എന്നാ ജനിച്ചത്? നിങ്ങൾ ജനിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് ബൈബിൾ എഴുതിയിരിക്കുന്ന കൃപയെ ഞാൻ പറയുന്നതിന് നിങ്ങൾക്ക് എന്താ തടസ്സം? ഗ്രേസ് സീറ്റിൽ ഇരിക്കുന്ന ആളാ ഞാൻ, കൃപയാല. എന്തുകൊണ്ടാ കൃപയാലായെന്നറിയോ? വിശ്വാസമായതുകൊണ്ടാ. വിശ്വാസം. ഈ വിശ്വാസം ആയതുകൊണ്ടാ കൃപ. സാധാരണഗതിയിൽ നമ്മൾ ഒരുത്തനെ നീതിമാനെന്ന് വിളിക്കണമെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യണം.
ഇതിപ്പോ ഒന്നും ചെയ്യാത്ത ചുങ്കക്കാരനെ പിടിച്ച് അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയെന്ന് കർത്താവ് പറയുമ്പോൾ അത് വിശ്വാസത്താല. ആ ഫെയ്ത്തിനാൽ നമ്മളെ നീതിമാനം എണ്ണാൻ ദൈവം തീരുമാനിച്ചു എന്ന് പറയുന്നതാണ് ശരിക്കുമുള്ള കൃപ. എത്ര പേര് കൃപയ്ക്കകത്താണ്? ഈ കൃപയാണ് നമുക്ക് സ്വർഗരാജ്യം ഉറപ്പു തരുന്നത്. ഈ ഹൈപ്പർ ഗ്രേസിന്റെ കൃപയും ഈ കൃപയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ നാളെ വിശദമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. കാരണം 5-ാം അധ്യായത്തിലോട്ട് കയറുമ്പോൾ ഈ കൃപയുടെ വിശദീകരണമാണ്. എങ്ങനെയാണ് ന്യായപ്രമാണവാദികൾ കൃപയെ അബലമാക്കുന്നതും എങ്ങനെയാണ് ഹൈപ്പർ ഗ്രേസുകാർ കൃപയെ വികൃതമാക്കുന്നതെന്നും നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. That will take us to chapter 5 of the book of Romans. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. എബ്രഹാമിന്റെ വിശ്വാസം, ശരീരത്തിൽ വസിക്കുന്ന പാപം, അതിനെ ജയിക്കുവാൻ നമുക്ക് വില്ലിനാൽ കഴിയില്ല, വിൽ പവറിനാൽ കഴിയത്തില്ല. വി നീഡ് എ സേവിയർ. അത് 7-ാം അധ്യായം നമ്മൾ ഇനിയും വായിക്കുമ്പോൾ സേവിയറിനെ കുറിച്ച് പറയാൻ വേണ്ടിയായിരിക്കും വായിക്കുന്നത്. അതുകൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ ദൈവം തീരുമാനിക്കുന്നത് പ്യുവർലി ബൈ ഗ്രേസ് ആസ് എ ഫ്രീ ഗിഫ്റ്റ്. പക്ഷെ ഫ്രീ ഗിഫ്റ്റ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഫ്രീ ഗിഫ്റ്റ് ആണ്, തോന്നിയ പോലെ ജീവിപ്പിക്കുന്ന ഫ്രീ ഗിഫ്റ്റ് അല്ല. നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്ന കൃപയാണ്. അത് നമ്മെ ക്രിസ്തുവിന്റെ വിശുദ്ധിയിലേക്കും അവന്റെ പെർഫെക്റ്റ് 100 out of 100 മാർക്കുള്ള പെർഫെക്റ്റ് നീതിയിലേക്ക് നയിക്കുന്ന ദൈവകൃപയാണ്. അത് വിശ്വാസത്തിലൂടെയാണ് തെളിയിക്കപ്പെടുന്നത്. ഫെയ്ത്ത് ആണ് നമ്മൾ രക്ഷ അനുഭവിക്കാനുള്ള കാരണം. ആ ഫെയ്ത്ത് നമ്മൾ സാധാരണ ലോകത്തിൽ കാണുന്ന വിശ്വാസമല്ല. എനിക്ക് പകരം ക്രിസ്തു ജീവിക്കുകയും അവന്റെ ദിവ്യ സ്വഭാവത്തിൽ ഞാൻ പങ്കാളിയായി തീരുകയും ചെയ്യുന്ന വിശ്വാസമാണ്. ആ വിശ്വാസം യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളുടെ വിശ്വാസമാണ്. That brought me justification and peace before the Father. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. അങ്ങയുടെ തെരഞ്ഞെടുപ്പിനായി, വീണ്ടെടുപ്പിനായി സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന് ഞങ്ങളുടെ വേദനകളെല്ലാം, ഞങ്ങൾ കൊള്ളേണ്ട അടികളെല്ലാം കൊണ്ട് കർത്താവെ ഉപേക്ഷിക്കപ്പെട്ടവനായി ക്രൂശിൽ നഗ്നനായി കിടന്നു. കർത്താവെ, ഞങ്ങൾക്ക് അവിടെ തന്ന വലിയ കൃപാമഹത്വത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത് പുത്രനോടുകൂടെ ഞങ്ങൾ ഇരുത്തുവാൻ തക്കവണ്ണം മ്ലേച്ഛന്മാരായി ഞങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ പുനരുത്ഥാനത്തിൽ അങ്ങ് ഞങ്ങളെ വഹിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരു ഇറ്റേണൽ പ്രോമിസ് തരുവാൻ കർത്താവെ, അവിടുന്ന് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമെന്നുള്ള വാഗ്ദത്തത്താൽ ഞങ്ങളെ വീണ്ടെടുക്കുവാൻ അങ്ങ് കരുണ തോന്നിയതിനായി, പിതാവുമായി ഞങ്ങൾക്ക് എപ്പോഴും സമാധാനം തന്നതിനായി, കർത്താവെ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ധൈര്യം തന്നതിനായി, ക്രിസ്തുവിനുള്ള വിശുദ്ധീകരണത്തിലൂടെ ഞങ്ങളെ നയിക്കുന്നതിനായി, നരകത്തീയിൽ നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. രക്ഷയുടെ സന്തോഷത്തിലേക്കും അതിന്റെ പെർഫെക്ഷനിലേക്കും അതിന്റെ ഫലതയിലേക്കും ദൈവം ഞങ്ങളെ നയിക്കണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.